ഹലോ എവ്രിവൺ. എല്ലാവരും എക്സാം ഒക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. ആൻസർ കീ ഓൾറെഡി ഔട്ടായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കീ ഒക്കെ നോക്കി സ്കോർ എല്ലാം നോക്കിയിരിക്കുന്നുണ്ടാവും. ചിലർ പിന്നെ ടെൻസ്ഡ് ആയിട്ട് ചെയ്താത്തവരും ഉണ്ടാവും. അപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ്? ലൈക്ക് എനിക്ക് കുറച്ചും കൂടി ഓക്കെ ഓക്കെ പേപ്പറായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എല്ലാവരും കാണുന്നതാണല്ലോ. കഴിഞ്ഞ അഗ്രികൾച്ചർ ഓഫീസറുടെ ആണെങ്കിലും സോയിൽ സർവേ ഓഫീസർ, പിന്നെ അതേപോലെ ഫാം അസിസ്റ്റന്റ്, നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇപ്രാവശ്യം അത് കുറച്ചും കൂടി ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും പഴയ പോലെയാന്നല്ല, അത്ര ഈസി അല്ല. എങ്കിലും കുറച്ചെങ്കിലും നന്നായി പഠിച്ച ആൾക്കാർക്ക് അത്യാവശ്യം നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു പേപ്പറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കട്ട് ഓഫ് കുറച്ച് കൂടാൻ സാധ്യത ഉണ്ട് എന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. പ്ലാൻ പെത്തോളജിക്ക് വരികയാണെങ്കിൽ പേഴ്സണലി എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയൊരു പേപ്പറായിരുന്നു. കഴിഞ്ഞ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം വളരെ എക്സ്ട്രീം ലെവലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് എല്ലാം. അതിൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് ഒരു PhD ലെവലിലൊക്കെ ആയിരുന്നു. ഇപ്രാവശ്യം കുറച്ചും കൂടി ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. 10-ൽ 10 അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു 8എങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ കൂടുതലും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയത് തന്നെയായിരുന്നു ഓൾമോസ്റ്റ് എല്ലാതും. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കാം. എങ്ങനെയാണ്, എന്താണ് ആൻസേഴ്സ് എന്നൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ദ പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ക്ലൂഷൻ ഇൻ പ്ലാൻ ഡിസീസ് മാനേജ്മെന്റ് ഈസ് അച്ചീവ് ത്രൂ. ഇപ്പൊ പ്ലാൻ ഡിസീസ് മാനേജ്മെന്റ് പല രീതിയിലുണ്ട്. അതിൽ വരുന്ന ഒരു പ്രിൻസിപ്പിളാണ് എക്സ്ക്ലൂഷൻ. ആ വേർഡിൽ തന്നെ ഉണ്ട് അല്ലെ, എക്സ്ക്ലൂഡ് ചെയ്യുക. പാത്തജനെ ഫീൽഡിലേക്ക് കയറ്റാതെ ഇരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ആ ടേം തന്നെയാണ് എക്സ്ക്ലൂഡ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും. കൊടുത്തിരിക്കുന്ന എല്ലാ അതും ചെയ്യാൻ പറ്റും അല്ലെ? ഒന്ന് ആലോചിച്ചാൽ മതി. ജസ്റ്റ് കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ ക്വാറന്റൈൻ മെഷേഴ്സ്. എന്തിനാ നമ്മൾ ക്വാറന്റൈൻ പറയുന്നത്? ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയിട്ട് എൻഡമിക്, അതായത് ഒരു ഡിസീസ് ഒരു ഏരിയയിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ മറ്റൊരു ഏരിയയിലേക്ക് പ്ലാന്റിംഗ് മെറ്റീരിയൽ ഒന്നും ട്രാൻസ്പോർട്ട് ചെയ്യരുത്. അതാണ് ക്വാറന്റൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഇൻസ്പെക്ഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ. നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്ന പ്ലാന്റിംഗ് മെറ്റീരിയൽസിലൊന്നും അസുഖങ്ങളൊന്നും ഉണ്ടാവരുത് എന്ന് ഉറപ്പുവരുത്താൻ പ്രോപ്പറായിട്ട് ഇൻസ്പെക്ട് ചെയ്യുക, സർട്ടിഫൈ ചെയ്യുക. അത് മാത്രം നമ്മൾ പ്ലാന്റിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുക. സീഡ് ട്രീറ്റ്മെന്റും അതുപോലെ തന്നെ. സീഡ്സിനെല്ലാം നമ്മളൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുക അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ഫീൽഡിലേക്ക് അസുഖത്തെ കൊണ്ടുവരുന്ന ഒരാളാണ് ആര്? വെക്ടേഴ്സ്. അവരെയും മാനേജ് ചെയ്യുക. അപ്പൊ നോക്കുകയാണെങ്കിൽ ഈ 4 മെത്തേഡും ഒരു പാത്തജനെ ഫീൽഡിലോട്ട് വരാതെ അല്ലെങ്കിൽ നമ്മുടെ ക്രോപ്പിലേക്ക് കയറ്റാതെ എക്സ്ക്ലൂഡ് ചെയ്ത് നിർത്താൻ പറ്റുന്ന മെത്തേഡ്സ് ആണ് അല്ലെ? വളരെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അപ്പൊ ഇത് 4ഉം എന്താണ്? എക്സ്ക്ലൂഷനിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ആണ്. ഒരു ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? റോഡ് ഷേപ്പ് ഗ്രാം പോസിറ്റീവ് എയറോബിക് പ്ലാന്റ് പാത്തജനിക് ബാക്ടീരിയ വിത്ത് ഓർ വിത്തൗട്ട് ഫ്ലജലം. ഇതിലേക്ക് ഒന്നും പോകണ്ട, ജസ്റ്റ് ആ കീവേഡ് മാത്രം ഫോക്കസ് ചെയ്യുക. ഗ്രാം പോസിറ്റീവ് നമ്മൾ വൃത്തിക്ക് പഠിച്ചതാണ്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയന്റെ എക്സാമ്പിൾസും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയന്റെ എക്സാമ്പിൾസും. ഇക്കൂട്ടത്തിൽ ഏതാ ഗ്രാം പോസിറ്റീവ് എന്ന് ഓർത്താൽ മാത്രം മതി അല്ലേ? ക്ലാവിബാക്ടർ. ആൻസർ എന്താണ്? ബി ആണ്. ഇങ്ങനെ ഒരു ടേബിളൊക്കെ നിങ്ങൾ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടാവും. പോസിറ്റീവ് ബാക്ടീരിയ, ഗ്രാം നെഗറ്റീവ്. അന്ന് ഞാൻ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന എല്ലാ പ്ലാന്റ് പാത്തജനിക് ബാക്ടീരിയ എന്താണ്? ഗ്രാം നെഗറ്റീവ് ആണ്. ആകെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഗ്രാം പോസിറ്റീവിന്റെ എക്സാമ്പിൾസ് മാത്രമാണ്. ബാസിലസ്, ക്ലോസ്ട്രീഡിയം, ക്ലാവിബാക്ടർ, കൊറീനി ബാക്ടർ എന്നൊക്കെ പറഞ്ഞ് നമ്മളന്ന് എക്സാമ്പിൾസ് സൈറ്റ് ചെയ്തതായിരുന്നു. അതിലൊരു ഓപ്ഷൻ. കൺഫ്യൂസിങ് ആവേണ്ട കൂടി വരുന്നില്ല. ഓക്കെ, ഒരു വേറൊരു ഗ്രാം പോസിറ്റീവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ നമ്മൾ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിലേക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഒരൊറ്റ ഗ്രാം പോസിറ്റീവേ ഉള്ളൂ. അപ്പൊ അതന്നെയാണ് അതിന്റെ ആൻസർ. അടുത്തത്, ഫ്ലഡ് ഫാലോയിങ് ഫോർ അറ്റ്ലീസ്റ്റ് 6 വീക്സ് ഈസ് ആൻ എഫക്റ്റീവ് സ്ട്രാറ്റജി ഫോർ ദ മാനേജ്മെന്റ് ഓഫ് ഡാഷ് ഡിസീസ് ഇൻ ബനാന. എപ്പിഡമിയോളജി പോർഷൻ ഡിസ്കസ് ചെയ്തപ്പോഴും, അതായത് ഫാക്ടേഴ്സ് ഫേവറിംഗ് ഡിസീസ് ഡെവലപ്മെന്റ്, അതേപോലെ ബനാനയിലെ ഡിസീസസ് വേറെ തന്നെ പറഞ്ഞപ്പോഴും ഞാൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞ ഒരു ഫിസിക്കൽ മാനേജ്മെന്റ് സ്ട്രാറ്റജി ആയിരുന്നു ഫ്ലഡ് ഫാലോയിങ്. ഓക്കെ, അതേത് ഡിസീസിനായിരുന്നു പറഞ്ഞത്?
ഫ്യൂസേറിയം ഓക്സിസ്പോറും ഫോമോസ്പീഷ്യാലിസ് ക്യൂബൻസ് ഉണ്ടാക്കുന്ന ഫ്യൂസേറിയം വിൽറ്റ് അല്ലെങ്കിൽ നമ്മുടെ പനാമ വിൽറ്റ് അല്ലെ. ഒരുപാട് വട്ടം നമ്മൾ ക്വസ്റ്റ്യൻസ് ആയാലും ഒന്ന് രണ്ട് വട്ടം സ്ലൈഡ്സിൽ തന്നെ വന്നു പോയൊരു പോയിന്റ് ആണ് അല്ലെ. ഈ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഫ്ലഡ് ഫാലോയിങ് പനാമ വിൽറ്റിന്റെ സിവിയറിറ്റി കുറയ്ക്കുന്നു. എന്തുകൊണ്ടാണ്? സോയില് വെള്ളം കൂടുമ്പോൾ പാർഷ്യൽ ഓക്സിജൻ പ്രഷർ കുറയുന്നു. അത് നമ്മുടെ പാത്തജന് ഫേവറബിൾ അല്ല. അത് കൂടാതെ അനേറോബിക് ആയിട്ടുള്ള ആന്റഗോണിസ്റ്റിക് ഓർഗാനിസത്തിന്റെയും ആക്ഷൻ ഉണ്ടാവും. അത് നമ്മൾ എപ്പിഡമിയോളജിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഡിസീസ് ഡിസ്ക്രൈബ് ചെയ്തപ്പോഴും ഈ ഒരു മാനേജ്മെന്റ് സ്ട്രാറ്റജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ്സ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. ഓൾറെഡി പഠിച്ചതാണ് നിങ്ങളത്. അടുത്തത് white earhead that cannot be pulled from the base of rice plant with grayish brown lesion on neck are characteristic. ഇതിലെ കീവേഡ്സ് ഏതാണ്? നെക്ക് പോർഷൻ ആണ് ഇൻഫെക്റ്റഡ് ആവുന്നത്. ഡയറക്ട്ലി നമുക്ക് നെക്ക് ബ്ലാസ്റ്റിലോട്ട് വരാം. ഇനി അല്ല, ബാക്കി എല്ലാ സിംറ്റം ഒക്കെ വായിച്ച് നിങ്ങൾക്ക് ഒരു കൺഫ്യൂസിങ് ആയിട്ടുണ്ടെങ്കിൽ നോക്കാം. വൈറ്റ് ഇയർ ഹെഡ് എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഷാഫി ആയി പോവുക, ഗ്രെയിൻ ഫില്ലിംഗ് നടക്കാതിരിക്കുക. അത് എവിടേക്കേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ? രണ്ട് സ്ഥലത്താണ് പഠിച്ചിട്ടുള്ളത്. ഒന്ന് പെസ്റ്റ്, സ്റ്റെം ബോററിന്റെ അറ്റാക്ക് വരുമ്പോഴും ഈ ഒരു സിംറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മറ്റൊന്ന് നെക്ക് ബ്ലാസ്റ്റ് വരുമ്പോഴും സെയിം സിംറ്റം എക്സ്പെക്ട് ചെയ്യാം. ഇനി അല്ലാതെ പിന്നെ ഷീത്ത് റോട്ടിലോട്ടൊക്കെ പോകണം. അപ്പൊ ആ ഓപ്ഷനിലേ ഇല്ല. പിന്നെ നമുക്ക് ഇത് രണ്ടിനെയും നമ്മൾ മൈൻഡ് ചെയ്താൽ മതി. സ്റ്റെം ബോററിൽ എന്താ പ്രശ്നം? വൈറ്റ് ഇയർ ഹെഡ് ഒക്കെ ആയിരിക്കും, പക്ഷെ നമുക്കത് പുള്ള് ചെയ്തെടുക്കാൻ പറ്റും അല്ലെ. ഈസി ആയിട്ട് നമുക്കത് പുള്ള് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ കൊടുത്തിട്ടുണ്ട്, പുള്ള് ചെയ്യാൻ പറ്റില്ല. അതൊന്നും ഇല്ലെങ്കിൽ തന്നെ ലോജിക്കലി ആലോചിച്ചാൽ മതി. പ്ലാൻ പത്തോളജിന്റെ ആ ഒരു 10 ക്വസ്റ്റ്യൻ ഒരുമിച്ചാ വരുന്നത്. അക്കൂട്ടത്തിൽ എന്തായാലും അവർ ഒരു പെസ്റ്റിനെ എടുത്തിട്ട് ചോദിക്കില്ല അല്ലെ. നെക്ക് ബ്ലാസ്റ്റ് തന്നെയാണ് അവിടെ ആൻസർ. പഠിച്ചില്ലെങ്കിൽ കൂടി നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് വരാവുന്നതേ ഉള്ളൂ. സി. അടുത്തത് എന്താണ്? ടോളറൻസ് ഓർ റെസിസ്റ്റൻസ് ഓഫ് എ പ്ലാന്റ് ടു വൺ വൈറസ് സ്ട്രെയിൻ ഈസ് ഇൻഡ്യൂസ്ഡ് ബൈ സിസ്റ്റമിക് ഇൻഫെക്ഷൻ വിത്ത് എ സെക്കൻഡ് ഈസ് കൊമേഴ്ഷ്യലി എക്സ്പ്ലോയിറ്റഡ്. ഈ നീട്ടി വലിച്ച് സെന്റൻസ് ഒരു ഡെഫിനിഷൻ പോലെ കൊടുക്കാതെ ക്രോസ് പ്രൊട്ടക്ഷൻ ഈസ് കൊമേഴ്ഷ്യലി എക്സ്പ്ലോയിറ്റഡ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലെ. സിട്രസ് ട്രിസ്റ്റസ വൈറസ്, സിട്രസിലെ ഡിസീസസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ അവർക്ക് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്? ക്രോസ് പ്രൊട്ടക്ഷൻ. അതെന്താന്ന് ഞാനപ്പോ പറഞ്ഞതാണ്. എന്തായിരുന്നു? വാക്സിൻ ഒക്കെ എടുക്കുന്ന പോലെ ആദ്യം ഒരു മൈൽഡ് സ്ട്രെയിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും പ്ലാന്റിലോട്ട്. അപ്പൊ നമ്മുടെ പ്ലാന്റിന് എക്സ്പോസ്ഡ് ആയി അല്ലെ, ആ ഒരു സ്ട്രെയിനോട്ട് എക്സ്പോസ്ഡ് ആയി അതിന്റെ ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഭാഗമായിട്ടുള്ള മെമ്മറി സെൽസ് ഒക്കെ ഓൺ ആവും. പിന്നീട് വിറുലന്റ് ആയിട്ടുള്ള സ്ട്രെയിൻ കയറിയാലും അവർ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടൊരു ഡിഫൻസ് മെക്കാനിസം കൊടുക്കും. നമ്മുടെ വാക്സിനേഷന് സെയിം പ്രിൻസിപ്പിൾ, ക്രോസ് പ്രൊട്ടക്ഷൻ എന്ന് പറയും. സിട്രസ് ട്രിസ്റ്റസ വൈറസിൽ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡായിട്ട് നമ്മൾ ഈ സ്ലൈഡിൽ നമ്മളത് പറഞ്ഞതായിരുന്നു. അവര് ഡയറക്ട്ലി ക്രോസ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞില്ല, പകരം അതിന് ഡെഫിനിഷൻ കൊടുത്തു ക്വസ്റ്റ്യനിൽ. അത്രയേ ഉള്ളൂ. വൃത്തിക്ക് വായിച്ചു നോക്കിയാൽ ആർക്കായാലും അത് മനസ്സിലാവും. അപ്പൊ അതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ചിലർക്ക് ചിലപ്പോൾ അത് എന്താണെന്ന് മനസ്സിലാവാത്തവർക്ക് ഒരു കൺഫ്യൂസിങ് ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇറ്റ്സ് എ വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ. അടുത്തത് 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നു. സ്റ്റേറ്റ്മെന്റ്സിൽ എന്താണ്? സിംറ്റംസ് ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? യെല്ലോയിങ് ഓഫ് പ്ലാന്റ്സ്, വാസ്കുലാർ ഡിസ്കളറേഷൻ ഓഫ് സ്റ്റെം ആൻഡ് റെഡിഷ് അപ്പിയറൻസ് ഇൻ ദ പിത്ത് എക്സ്റ്റെൻഡിങ് ടുവേർഡ് റൂട്ട് ഈസ് ഇൻഫെക്റ്റഡ് വിത്ത് ഫ്യൂസേറിയം. ഇൻ പ്ലാന്റ്സ് ഇൻഫെക്റ്റഡ് വിത്ത് ഫ്യൂസേറിയം. കറക്റ്റ് അല്ലേ? ഫ്യൂസേറിയം എന്താ ഉണ്ടാക്കുക? വാസ്കുലാർ വിൽറ്റ്. അതിന്റെ സിംറ്റം എന്താ? മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ മഞ്ഞളിച്ച് ഡ്രൂപ്പ് ചെയ്ത് വാടി നിൽക്കുന്ന പോലെ കാണാൻ പറ്റും. സ്റ്റെമ്മ് കട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ വാസ്കുലാർ ഡിസ്കളറേഷൻ കാണാൻ പറ്റും. ഒരു 3-4 വട്ടെങ്കിലും സൊളനേഷ്യസ് വെജിറ്റബിൾസിലും ലെഗ്യൂംസ് എടുത്തപ്പോ ഒക്കെ നമ്മൾ പറഞ്ഞ സെയിം പോയിന്റ് ആണ്. ഒരു കൺഫ്യൂസിംഗും അല്ല അല്ലെ ഫ്യൂസേറിയത്തിന്റെ സിംറ്റം. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് കോഴ്സ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നാലോ? റെഡിഷ് ബ്രൗൺ ലീഷൻ ഓൺ സ്റ്റെം നിയർ ദ സോയിൽ ലൈൻ ദാറ്റ് ഗേർഡിൽ ദ സ്റ്റെം റിസൾട്ടിങ് ഇൻ ഹോളോ പിത്ത് ആൻഡ് ഡ്രൂപ്പിംഗ് ഓഫ് ദ പ്ലാന്റ്സ്. വൃത്തിക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും എന്താണ്? ഡാമ്പിംഗ് ഓഫ് ആണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഡയറക്ട്ലി ഡാമ്പിംഗ് ഓഫ് എന്ന് പറഞ്ഞില്ല, പകരം അവരത് എക്സ്പ്ലെയിൻ ചെയ്തു. റെഡിഷ് ബ്രൗൺ ലീഷൻ കളർ നിങ്ങൾ മൈൻഡ് ആക്കണ്ട. ഓൺ സ്റ്റെം നിയർ സോയിൽ ലൈൻ, സ്റ്റെമ്മില് സോയിൽ ലൈനോട് ചേർന്ന പോർഷൻ, കോളാർ റീജിയനാണ് ഉദ്ദേശിക്കുന്നത്, ബേസൽ പോർഷൻ ഓഫ് ദ സ്റ്റെം. അവിടെ എന്ത് വന്നു? ചീയല്, ഒരു ലീഷൻ വന്നു. അതിങ്ങനെ ഗേർഡിൽ ചെയ്ത് ചുറ്റും, ആ സ്റ്റെമ്മിന് ചുറ്റും പരന്നു. അങ്ങനെ ബേസ് പോർഷൻ എന്തായി? ചീഞ്ഞു. അപ്പൊ എന്താ? ഓട്ടോമാറ്റിക്കലി അത് ടോപ്പിൾ ഡൗൺ ചെയ്യും അല്ലെങ്കിൽ ഡ്രൂപ്പ് ചെയ്യും അല്ലെ, കൊഴിഞ്ഞു വീഴും. അത് എന്തിന്റെ സിംറ്റോ? ഡാമ്പിംഗ് ഓഫിന്റെ സിംറ്റോ.
ഇപ്പൊ ഡാമ്പിംഗ് ഓഫ് ഉണ്ടാക്കുന്ന ആ ഒരു സിംറ്റം പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡാമ്പിംഗ് ഓഫ് ഉണ്ടാക്കുന്ന മെയിൻ കൾപ്രിറ്റ് ആരാ ചോദിച്ചാൽ പിത്തിയാണ്. എന്നാൽ പിത്യം മാത്രമാണോ ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ അല്ല. പിത്യം പോലുള്ള സോയിൽ ബോൺ പാത്തജൻസ് ഉണ്ടാക്കും എന്ന് ഞാൻ വൃത്തിക്ക് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാണ്. അപ്പൊ പിത്യം പോലെ ബാക്കി സോയിൽ ബോൺ പാത്തജൻസ് ആരൊക്കെയാ? അതിൽ ഫൈറ്റോഫ്തോറയും റൈസക്ടോണിയും എല്ലാം വരും, സ്ക്ലേറോഷ്യം ഒക്കെ വരും. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ത് തന്നെയാണ്? കറക്റ്റ് ആണ്. ഡാമ്പിംഗ് ഓഫ് ഒരു പച്ചയ്ക്ക് പറഞ്ഞില്ല എന്നുള്ളൂ, പക്ഷെ സെയിം സിംറ്റം ആണ് അല്ലെ. നമ്മള് കാടമത്തിലൊക്കെ ഇത് ഈ ഒരു സിംറ്റം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. റൈസക്ടോണിയും പിത്തിയൊക്കെ പോലുള്ള സോയിൽ ബോൺ പാത്തജൻസ് ഉണ്ടാക്കുന്ന ക്ലം റോട്ടിനൊക്കെ സെയിം സിംറ്റം ആണ്. ബേസ് പോർഷൻ ചെയ്യും, അത് ഡ്രൂപ്പ് ചെയ്യും അല്ലെങ്കിൽ ടോപ്പിൾ ഡൗൺ ചെയ്യും, മറിഞ്ഞു വീഴും. ഇത് സോയിൽ ബോൺ പാത്തജൻസ് ആണ് ഉണ്ടാക്കുന്നത്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ. അപ്പൊ ഇത്രയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താ, വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഡയറക്റ്റ് എന്ന് ഞാൻ പറയും, നമ്മുടെ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പോയതുമാണ്. പിന്നെ അവര് ഒന്ന് ട്രിക്കി ആക്കാൻ എന്ത് ചെയ്തു, ഡയറക്റ്റ്ലി ചോദിക്കുന്നതിന് പകരം ഒന്ന് സെന്റൻസ് ഫോമിൽ ചോദിച്ചു എന്നേ ഉള്ളൂ. വൃത്തിക്ക് വായിച്ചു നോക്കിയാൽ ആർക്കായാലും കണക്ട് ചെയ്യും. ഓക്കെ. ഇനി ഇതൊരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ ആണ്. മീഡിയം എന്ന് വേണ്ട, ഈസി ആക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. നല്ല വൃത്തിക്ക് പഠിച്ചു പോയ ഒരാൾക്കാണെങ്കിൽ ഓക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഫംഗൽ പാത്തജൻ റെസിസ്റ്റന്റ് ടു കാർബൻഡാസിൻ ഇസ് ഓൾസോ റെസിസ്റ്റന്റ് ടു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്രാവശ്യം കെമിക്കൽസ് പഠിച്ചപ്പോൾ നമ്മൾ FRAC ക്ലാസിഫിക്കേഷൻ പ്രകാരവും പഠിച്ചിട്ടുണ്ടായിരുന്നു, മോഡ് ഓഫ് ആക്ഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. നിങ്ങൾ ഇങ്ങനെ ഒരു ടേബിൾ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടാവും. ഓരോ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ, ആ ഗ്രൂപ്പിൽ വരുന്ന ഫംഗിസൈഡ്സിനൊക്കെ ഒരേ മോഡ് ഓഫ് ആക്ഷൻ ആയിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്ന് മോഡ് ഓഫ് ആക്ഷൻ എല്ലാവരും പഠിച്ചതാ. നമ്മൾ കാർബൻഡാസിം ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ബെൻസിമിഡാസോളിനാണെങ്കിൽ ബീറ്റ ട്യൂബുലിന്റെ അല്ലെങ്കിൽ മൈറ്റോസിസ് സെൽ ഡിവിഷനിലാണ് അവർ പോയിട്ട് ഇൻഫെക്ട് ചെയ്യുക. നമ്മുടെ സ്ട്രോബിലൂറിൻ ഗ്രൂപ്പ്സ്, അസോസിക് സ്ട്രോബിൻ, പൈറാക്ലോസ്ട്രോബിൻ എന്നൊക്കെ പറയുന്ന സ്ട്രോബിലൂറിൻസ് ആണെങ്കിൽ റെസ്പിറേഷനെയാണ്, ക്യുനോൾ ഔട്ട്സൈഡ് ഇൻഹിബിറ്റേഴ്സ് ആണ് അവർ പറയുക. അങ്ങനെ ഓരോ ഗ്രൂപ്പിൽ വരുന്ന ഫംഗിസൈഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കാർബൻഡാസിമിൽ വരുന്ന ഗ്രൂപ്പ് തന്നെയാണ് ഏത്? തയോഫനേറ്റും. കാർബൻഡാസിം, ബിനോമൈൽ, തയോഫനേറ്റ്, തയോബെൻഡാസോൾ ഒക്കെ ഒരേ ഗ്രൂപ്പിൽ വരുന്നതാ. അപ്പൊ കാർബൻഡാസിമിനോട് റെസിസ്റ്റൻസ് കിട്ടി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഇതിനോടും, കാരണം സെയിം മോഡ് ഓഫ് ആക്ഷൻ ആണ് രണ്ട് ഫംഗിസൈഡിനും അല്ലെ. ഈ ഗ്രൂപ്പിൽ നോക്കുകയാണെങ്കിൽ കാർബൻഡാസിമിന്റെ ഗ്രൂപ്പിൽ വരുന്നത് തയോഫനേറ്റ് മാത്രമാണ്. ക്രിസോക്സിം ഒക്കെ ഏതിലാ വരുന്നത്? സ്ട്രോബിലൂറിൻസ് ആണ്. ടെബുക്കോനസോൾ ഒക്കെ ഏതിലാ വരുന്നത്? നമ്മുടെ ട്രയസോൾ ഗ്രൂപ്പ് ആണ് അല്ലെ. അപ്പൊ തയോഫനേറ്റ് മാത്രമാണ് കാർബൻഡാസിം അടങ്ങിയിട്ടുള്ള ബെൻസിമിഡാസോൾ ഗ്രൂപ്പിൽ വരുന്നുള്ളൂ. അപ്പൊ സെയിം മോഡ് ഓഫ് ആക്ഷൻ ആയതുകൊണ്ട് ഒന്നിനോട് റെസിസ്റ്റൻസ് കിട്ടിയ മറ്റതിനോടും ഓട്ടോമാറ്റിക്കലി റെസിസ്റ്റൻസ് കിട്ടും. ക്രോസ് റെസിസ്റ്റൻസ് എന്നൊക്കെ പറയുന്ന സാധനം. ഓക്കെ. ഇത് മീഡിയം ആണ്. നമുക്ക് ഈ ഒരു ടേബിളിൽ ഒരേ ഗ്രൂപ്പിൽ വരുന്ന ആരൊക്കെയാന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഇത് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയത് തന്നെയാണ് കേട്ടോ. അടുത്തത് മീഡിയം ലെവൽ തന്നെയാണ്. ടൊമാറ്റോ സ്പോട്ടഡ് വിൽറ്റ് വൈറസ് ട്രാൻസ്മിറ്റഡ് ബൈ. വൈറസിന്റെ കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. വൈറസിനെ പഠിക്കുമ്പോൾ അതിന്റെ സ്റ്റാൻഡേർഡ്നെസ് നോക്കണം, അതിന്റെ വെക്റ്റർ നോക്കണം അല്ലെ, പിന്നെ അതിന്റെ മെത്തേഡ് എങ്ങനെയാണ് എന്നുള്ളതായിരുന്നു. ഇപ്പൊ വെക്ടർ ഓഫ് കോഴ്സ് ടൊമാറ്റോ സ്പോട്ടഡ് വിൽറ്റ് വൈറസ് ഒരു ത്രിപ്സ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമ്മളത് പറഞ്ഞതാണ്. ടോസ്പോ വൈറസസ് ജനറലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ത്രിപ്സ് ആണ്. ആ ഒരു പോയിന്റ് മാത്രം മതി ഇത് മനസ്സിലാക്കുക. അപ്പൊ എയോ ബിയോ ആണ് അല്ലെ. അപ്പൊ അതിലേക്ക് വന്നു ഫ്രാങ്ക്ലിയനല്ല ഗ്രൂപ്പാണ്, ത്രിപ്സ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇനി അത് ഏത് വഴിയാണ് എന്നുള്ളതാണ് കൺഫ്യൂസിങ്. നോൺ പെർസിസ്റ്റന്റ് ആണോ, പെർസിസ്റ്റന്റ് പ്രൊപ്പഗേറ്റീവ് ആണോ? അപ്പോ ത്രിപ്സ് ആണെന്നുള്ളത് നമ്മൾ ആ ടേബിളിൽ കണ്ടതാണ്, നമ്മൾ പഠിച്ചതാണ്. ഈ ഒരു ടേബിളും കൂടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇതും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വൈറസ് വെക്റ്റർ റിലേഷൻഷിപ്പിൽ പെർസിസ്റ്റന്റ് വൈറസിന്റെ എക്സാമ്പിൾസ്, നോൺ പെർസിസ്റ്റന്റ്, പെർസിസ്റ്റന്റ് സർക്കുലേറ്റീവ്, നോൺ പ്രൊപ്പഗേറ്റീവ്, പെർസിസ്റ്റന്റ് പ്രൊപ്പഗേറ്റീവ്. അതിൽ പ്രൊപ്പഗേറ്റീവിൽ നമ്മൾ കണ്ട വൈറസ് ആയിരുന്നു ഏത്? ടൊമാറ്റോ സ്പോട്ടഡ് വിൽറ്റ്. അപ്പൊ ക്ലാസ് നല്ല വൃത്തിക്ക് ശ്രദ്ധിച്ചതും എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന ഒരാൾക്ക് ഇത് ഓക്കെയാണ്. എന്നാൽ ജസ്റ്റ് ഒരു സർഫസ് ലെവലിൽ പോയിരുന്ന ഒരാൾക്ക് ഇതൊരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എയോ ബിയോ ആണെന്ന് എന്തായാലും ഉറപ്പായി. അതിൽ ഏതാന്നുള്ളത് മാത്രമാണ് പെർസിസ്റ്റന്റ് പ്രൊപ്പഗേറ്റീവ് ആണ്. എ ആണ് ആൻസർ. ഓക്കെ. ഇനി ആ മീഡിയം ഇട്ടു ഡിഫിക്കൽറ്റിലോട്ടും പോയി. ആ ഒരു ഇതാണ്. വേണമെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്.
റൈറ്റ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് സിംറ്റം ഡെവലപ്മെന്റ് ഇൻ പിങ്ക് ഡിസീസ് ഓഫ് റബ്ബർ. പിങ്ക് ഡിസീസ് എന്താ നമ്മൾ പറഞ്ഞുണ്ട്, കോർട്ടീഷ്യം സാൽമണി കളർ അല്ലെങ്കിൽ എറിത്രീഷ്യം സാൽമണി കളർ ഉണ്ടാക്കുന്ന ഡിസീസ് ആണ്. അതിൽ വരുന്ന മെയിൻ സിംറ്റം ആയിരുന്നു ആ ഒരു പിങ്കിഷ് മൈസീലിയൽ ഗ്രോത്ത്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ സെഷൻ ലാസ്റ്റ് PPT നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഞാൻ അതിന്റെ എല്ലാ സ്റ്റേജസ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. കോബ് വെബ് സ്റ്റേജ്, അതായത് ഈ മൈസീലിയൽ ഗ്രോത്ത് വരുന്ന സ്റ്റേജ്. അത് കഴിഞ്ഞിട്ട് പശ്യൂൾസ്, ഒരു റെഡ് ടു പിങ്ക് കളർ പശ്യൂൾസ് കാണാൻ പറ്റും. പിന്നെ ഒരു സ്പോർ ഫോർമേഷൻ, നെക്കാറ്റർ സ്റ്റേജ്. ഫൈനലി ആ ഒരു മരം മൊത്തം നശിച്ചതിന് ശേഷം അതിന്റെ ഫ്രൂട്ടിംഗ് ബോഡി ഡെവലപ്പ് ചെയ്ത് വരുന്ന കോർട്ടീഷ്യം സ്റ്റേജും ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഡിഫിക്കൽട്ട്, അപ്പൊ എല്ലാ സ്റ്റേജസും ആയി. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. പക്ഷെ ഇവിടെ ഡിഫിക്കൽട്ട് ആക്കിയത് എന്താണ്, അതിന്റെ ഓർഡർ ആണ്. ഓക്കെ, കോബ്വെബ് സ്റ്റേജ്, പശ്യൂൾ സ്റ്റേജ്, നെക്കാറ്റർ സ്റ്റേജ്, കോർട്ടീഷ്യൻ സ്റ്റേജ്, അത് അതേ ഓർഡർ തന്നെയാണ്. പക്ഷെ ഓപ്ഷൻസ് ഒന്നും നമുക്ക് അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. കാരണം എന്താ, ബാർക്ക് ക്രാക്ക് ചെയ്യുന്നു, അതേപോലെ ലാറ്റക്സ് എക്സ്യൂഡ് ചെയ്യുന്നു. അത് ഏത് സ്റ്റേജ് ആണെന്നുള്ളത് കൺഫ്യൂസിങ് ആവും. എയും സിയും തമ്മിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉണ്ട്. അപ്പോ സി ആണ് ആൻസർ. ആദ്യം കോബ്വെബ് സ്റ്റേജ് ആയിരിക്കും, പിന്നെ ലാറ്റക്സ് എക്സ്യൂഡ് ചെയ്തിട്ടാണ് പിന്നീട് ക്രാക്കിംഗ് എല്ലാം സംഭവിക്കുന്നത്. ഈ സിംറ്റംസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ, പക്ഷെ അതിന്റെ ആ ഒരു ഓർഡർ ചിലപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇതിനൊരു ടഫ് ലെവൽ വന്നത് കേട്ടോ. അപ്പൊ ആദ്യം മൈസീൽ ഗ്രോത്ത് വന്നു. റബ്ബർ ആയതുകൊണ്ട്, റബ്ബറിന്റെ ഡിസീസസ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എവിടെയെങ്കിലും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം അതിൽ എന്താ ഉണ്ടാവുക, പാല് പുറത്തേക്ക് ഒലിക്കുന്നതായിട്ട് കാണും. അപ്പൊ അതാണ് ആദ്യം വരേണ്ടത്. ആ ഒരു പോയിന്റ് ഓർമ്മ ഉള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ആദ്യം ഇൻഫെക്ഷൻ വന്നു, അപ്പൊ തന്നെ ലാറ്റക്സ് എക്സ്യൂഡേഷൻ കണ്ടു, അവിടെ ക്രാക്കിംഗ് സംഭവിച്ചു, പിന്നെ പശ്യൂൾ സ്റ്റേജ്, നെക്കാറ്റർ സ്റ്റേജ്, കോർട്ടീഷ്യം സ്റ്റേജ്. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്തതായിരുന്നു, പക്ഷെ ആ ഒരു ഓർഡർ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആവും, എയും സിയും തമ്മിൽ വലിയ വ്യത്യാസമല്ല ഓപ്ഷൻസിൽ. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ആയത്. ലാസ്റ്റ് വൺ പക്ക ഞാൻ ഡിഫിക്കൽട്ട് ആണ് തന്നെ പറയും. ഇത് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുമില്ല. കാരണം ഇതെന്താണ്, ഫൈറ്റോഫ്തോറ പാമിവോറേന്റെ സ്പൊറാഞ്ചിയത്തിന്റെ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മൾ അങ്ങനെ പഠിക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ചൊരു ടാരസം പ്രോസസ്സാണ്. കാരണം ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്, അവിടെയൊക്കെ എന്താ സ്പൊറാഞ്ചിയന്റെയും കൊനീരിയന്റെയും ഷേപ്പ് വ്യത്യാസമായിരിക്കും, ഓരോന്നിനും അതിൻ്റെതായുള്ള ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അതെല്ലാം ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത് അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഇതിന്റെ സ്പൊറാഞ്ചിയ, ഓക്കെ, ഫൈറ്റോഫ്തോറ ലോവർ ഗ്രൂപ്പാണ്, ഒമൈസീറ്റ്സ് ഗ്രൂപ്പാണ്, സ്പൊറാഞ്ചിയ തന്നെയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ അതിന്റെ സ്പൊറാഞ്ചിന്റെ ഷേപ്പ് ഒന്നെങ്കിൽ ഗ്ലോബോസ് ആവാം, ഒവോയിഡ് ആവാം, എലിപ്റ്റിക്കൽ ആവാം, പിയർ ഷേപ്ഡ് ആവാം. ഓക്കെ, ആ ഒരു ഷേപ്പ് ഇപ്പൊ നിങ്ങൾ ആ ഫിഗറിൽ കാണുന്ന ഒരു ഷേപ്പ്. പാപ്പിലെ, പാപ്പിലെ എന്ന് ഉദ്ദേശിക്കുന്ന ആ ഫിഗറിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഒരു ടിപ്പില് ഒരു പ്രൊജക്ഷൻ പോലെ കാണാൻ പറ്റും അല്ലെ. ആ ഒരു പ്രൊജക്ഷനെയാണ് എന്ത് വിളിക്കുക, പാപ്പിലെ എന്ന് വിളിക്കുക. കാഡൂക്കസ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് സ്പൊറാഞ്ചിയ സ്പൊറാഞ്ചിയോഫോറായിട്ട് പെട്ടെന്ന് ഡിറ്റാച്ച് ചെയ്ത് പോകും. ഓക്കെ, ടെർമിനൽ സ്പൊറാഞ്ചിയ, സ്പൊറാഞ്ചിയോഫോറിന്റെ ടിപ്പിലായിട്ടായിരിക്കും ഒരു സ്പൊറാഞ്ചിയ പ്രൊഡ്യൂസ് ചെയ്യുക. ഷോർട്ട് പെഡിസൽ, പെഡിസൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഞെട്ടി എന്നൊക്കെ പറയില്ലേ, ആ ഒരു കുഞ്ഞ് ബ്രാഞ്ച്, അതിനെയാണ് വിളിക്കുന്നത്. കറക്റ്റ് ആണ്, ഇത്രയും ഫീച്ചേഴ്സ് ഫൈറ്റോഫ്തോറ പാമിവോറേന്റെ തന്നെയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, സിമ്പിൾ സിംപോഡിയൽ സ്പൊറാഞ്ചിയോഫോർ. അപ്പൊ അതിന്റെ ബ്രാഞ്ചിങ് വളരെ സിമ്പിൾ ആണ്. ഇപ്പോൾ സ്പൊറാഞ്ചിയോഫോറിന്റെ ബ്രാഞ്ചിങ് വെച്ചിട്ടാണ് നമ്മൾ അത് ഏത് ഓർഗാനിസം ആണെന്ന് മനസ്സിലാക്കുക. വളരെ സിമ്പിൾ ആയിട്ട് വരുന്ന ബ്രാഞ്ചിങ് ആണ്. അതായത് ഒരു ഇതിന്റെ തൊട്ട് താഴേന്ന് ആയിരിക്കും അടുത്തത് പ്രൊഡ്യൂസ് ചെയ്തതാണ് സിംപോഡിയൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. തെറ്റ് വരുന്നത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, ക്ലാമൈഡോസ്പോസ് നോട്ട് പ്രൊഡ്യൂസ്ഡ്. നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും ഫിസേറിയ മാത്രമാണല്ലോ എന്നുള്ളത്. അപ്പൊ ഫിസേറിയ ഒരു നല്ല എക്സാമ്പിൾ ആയതുകൊണ്ടാണ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്. പക്ഷെ ഫൈറ്റോഫ്തോറ പാമിവോറ ക്ലാമൈഡോസ്പോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ എന്ത് കറക്റ്റ്. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് തന്നെയാണ്, ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. ഇതും കോർട്ടീഷ്യത്തിന്റെ കേസിലാണെങ്കിലും ആ ഒരു സ്റ്റേജിന്റെ ഓർഡർ, ആ ഒരു ഓപ്ഷൻസ് അത്ര ടിപ്പിക്കലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അതുകൊണ്ട് ഇതും ഡിഫിക്കൽട്ടാണ്. പക്ഷെ ബാക്കി വന്ന 8 ക്വസ്റ്റ്യൻസും എന്താണ്, ഈസിയാണ്. അത്യാവശ്യം വൃത്തിക്ക് പഠിച്ച ഒരാൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, കാരണം എല്ലാവർക്കും അറ്റൻഡ് ചെയ്ത പോപ്പുലേഷനിലെ 99% ആൾക്കാർക്കും അത് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ഓക്കെ,
അപ്പൊ അവരും അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ നിങ്ങൾ ബാക്കി വന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയോ എന്നുള്ളത് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓൾ ടുഗെദർ നമ്മൾ കഴിഞ്ഞ PSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ പ്ലാൻ പാത്തോളജി ക്വസ്റ്റ്യൻസ് വന്നത് വെച്ച് നോക്കുമ്പോൾ അതെന്താണ്, ഒരു ഈസി ഇതാണ്. എല്ലാ റേഞ്ചിലും ഉണ്ട്. നല്ല ഡിഫിക്കൽട്ടി ഉണ്ട്, ഒരു മീഡിയം ടു ഡിഫിക്കൽട്ട് ലെവലിൽ വന്നിട്ടുണ്ട്, മീഡിയം ലെവലിൽ വന്നിട്ടുണ്ട്, എന്നാൽ വളരെ ഈസി ആയിട്ട് പഠിച്ചില്ലെങ്കിൽ കൂടി ജസ്റ്റ് കോമൺ സെൻസ് ഉപയോഗിച്ച് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. ഓക്കെ, എല്ലാവരും ഇനിയിപ്പോ ഇത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഇനിയിപ്പോ എന്തെങ്കിലും നിങ്ങൾക്ക് എവിടെയെങ്കിലും 1-2 ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാലും പേടിക്കേണ്ട. ഇനിയിപ്പോ എന്താ, നമുക്ക് ആൻസർ കീ വന്നു, ഇനിയിപ്പോ ഒരു പോളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു ലെവല് മനസ്സിലാവും എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്, ഏത് റേഞ്ച് ആണെന്ന്. പിന്നെ പെട്ടെന്ന് തന്നെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന പ്രതീക്ഷിക്കാം. എന്തായാലും ടെൻഷൻ എല്ലാം കഴിഞ്ഞു, എല്ലാവരും റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. സോ ഇന്ന് നടന്ന അഗ്രികൾച്ചർ ഓഫീസറിന്റെ അഗ്രോണമി പോർഷന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും ഡിസ്കഷനുമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ അഗ്രോണമിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിരുന്നത്. എല്ലാവർക്കും എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റിക്കാണോന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസ് അഗ്രോണമി പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ദ ഫോളോയിങ്. ഇത് നമ്മുടെ വീറ്റ് സയൻസ് പോർഷനിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് വീറ്റ്സും അതിന്റെ കോമൺ നെയിംസും തമ്മിൽ മാച്ച് ചെയ്യാനായിട്ടായിരുന്നു ക്വസ്റ്റ്യൻ. സോ ഓൺലെസ് ബാനിയൻ ഗ്രാസ് എന്ന് പറയുന്നത് നമ്മുടെ എക്കിനോക്ലോയ കൊളോണയാണ്, നമ്മുടെ ജംഗിൾ റൈസ് എന്നൊക്കെ പറയുന്നത് അല്ലേ. പിന്നെ ക്വാക്ക് ഗ്രാസ് എന്ന് പറയുന്നത് നമ്മുടെ അഗ്രോപൈറൻ റെപ്പൻസ് ആണ്. അതുപോലെ നട്ട് ഗ്രാസ് ഏതാണ്, നമ്മുടെ സൈപ്പറസ് റോട്ടൻഡസ് ആണ്. ആൻഡ് കാനറി ഗ്രാസ് വരുന്നത് നമ്മുടെ ഫെലാരിസ് മൈനർ ആണ്. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഇറിഗേഷൻ എന്നൊരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇറിഗേഷന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. കുറച്ച് പേർക്ക് കുറച്ച് കൺഫ്യൂഷൻ വരാനായിട്ട് ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ബട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ഈസി ആയിരുന്നു. നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നതെന്ന്. ഡെപ്ത് ഓഫ് ഇറിഗേഷൻ വാട്ടർ ഈസ് 5 സെന്റിമീറ്റർ ഫോർ an IW/CP ratio of 0.75. If mean per day pan evaporation is 5 millimeter, work out irrigation interval. So നമുക്ക് ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത് ഡെപ്ത് ഓഫ് ഇറിഗേഷൻ വാട്ടർ തന്നിട്ടുണ്ടായിരുന്നു, IW/CP റേഷ്യോ തന്നിട്ടുണ്ടായിരുന്നു, പിന്നെ മീൻ പെർ ഡേ പാൻ ഇവോപ്പറേഷൻ ആണ് തന്നിരിക്കുന്നത്. സോ ഈ IW/CP റേഷ്യോയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്യുമുലേറ്റീവ് പാൻ ഇവോപ്പറേഷൻ കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഇറിഗേഷൻ വാട്ടർ എത്രയാ, 5 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 50 millimeter ഡിവൈഡഡ് ബൈ നമ്മുടെ ഈ IW/CP റേഷ്യോ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ക്യുമുലേറ്റീവ് പാൻ ഇവോപ്പറേഷൻ കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇറിഗേഷൻ ഇന്റർവെൽ ആണ്. സോ ഇറിഗേഷൻ ഇന്റർവെൽ എന്ന് പറയുന്നത് നമ്മുടെ ക്യുമുലേറ്റീവ് പാൻ ഇവോപ്പറേഷൻ ഡിവൈഡഡ് ബൈ ഏതാണ്, നമ്മുടെ മീൻ പെർ ഡേ പാൻ ഇവോപ്പറേഷൻ. അത് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻ സി കിട്ടും. സോ ദ റൈറ്റ് ആൻസർ വിൽ ബി 13 days. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് എന്നായിരുന്നു. സോ ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു ചോദിച്ചത്, നമ്മുടെ കാൽഷ്യം അമോണിയം നൈട്രേറ്റ് എന്ന് പറയുന്നത് ഈസ് എ ന്യൂട്രൽ ഫെർട്ടിലൈസർ. സോ അത് കറക്റ്റ് ആണല്ലേ, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാൽഷ്യം അമോണിയം നൈട്രേറ്റ് എന്ന് പറയുന്ന കിസാൻ ഖാദ് എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ ന്യൂട്രൽ ഫെർട്ടിലൈസർ ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബോറോൺ അപ്ടേക്ക് ഈസ് ലിമിറ്റഡ് ബൈ എക്സസ് ലൈം ആപ്ലിക്കേഷൻ. ഇത് കറക്റ്റ് ആണല്ലേ. എന്തുകൊണ്ടാണ്, നമ്മുടെ കാൽഷ്യം നമ്മുടെ സബ്സ്ട്രേറ്റിൽ കൂടുന്ന സമയത്ത് ബോറോണിന്റെ അവൈലബിലിറ്റി നെഗറ്റീവ് ആയിട്ടാണ് എഫക്ട് ചെയ്യുന്നത്. സോ അതിന്റെ അപ്ടേക്ക് എന്ത് ചെയ്യും, കുറയും. അതുപോലെ തേർഡ് ഓപ്ഷൻ എന്തായിരുന്നു, എക്സസ് ഫോസ്ഫറസ് എൻകറേജസ് സിങ്ക് ഡെഫിഷ്യൻസി. സിങ്കും ഫോസ്ഫറസും തമ്മിൽ ഒരു ആന്റഗോണിസ്റ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്താ വരുന്നത്, ഈ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് പോയിന്റ് തന്നെയാണ് അല്ലെ. എക്സസ് ഫോസ്ഫറസ് വരുമ്പോൾ ദർ വിൽ ബി എ ഡെഫിഷ്യൻസി ഓഫ് സിങ്ക്. ആൻഡ് ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് ബേസിക് സ്ലാഗ് ഈസ് എ സിട്രിക് ആസിഡ് ഇൻസോളബിൾ ഫോസ്ഫാറ്റിക് ഫെർട്ടിലൈസർ. സോ ഫോസ്ഫാറ്റിക് ഫെർട്ടിലൈസേഴ്സിന്റെ പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൽ ബേസിക് സ്ലാഗ് എന്ന് പറയുന്നത് സിട്രിക് ആസിഡ് ഇൻസോളബിൾ അല്ല, പകരം അത് സോളബിൾ ആയിരുന്നു വരേണ്ടിയിരുന്നത്. സോ ഈ ഓപ്ഷൻ 4 ആണ് ഇതിനകത്ത് റോങ് എന്ന് വരുന്നത്. ബാക്കി 3 ഓപ്ഷൻസും കറക്റ്റ് ആണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ഓഫ് ബ്രോഡ് സ്പെക്ട്രം ഹെർബിസൈഡ് ആണ്. സോ നമ്മുടെ ഏതാണ് റൈസിന്റെ പോർഷൻ അല്ലെ, റൈസിന്റെ പോർഷൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്തായാലും അതേപോലെ വീറ്റ് സയൻസ് ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ ഹെർബിസൈഡിന്റെ പോർഷൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്തായാലും നമ്മൾ POP-യിലുള്ള ഹെർബിസൈഡ്സിന്റെ റൈസിന്റെ പോർഷനിലുള്ള ആ ടേബിൾസിന് ഒരു സ്പെഷ്യൽ ഫോക്കസ് കൊടുത്ത് തന്നെ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മുടെ എന്താണ് ബ്രോഡ് സ്പെക്ട്രം എന്ന് പറയുന്നത് ബൈസ്പിരിബാക് സോഡിയം ആണ് വരുന്നത്. സോറി. സോ ഇതിനകത്ത് വരുന്ന ബാക്കി ഓപ്ഷൻസ് ഏതായിരുന്നു? നമ്മുടെ കാർഫെൻട്രസോൺ ആണെങ്കിലും ഈ ഓപ്ഷൻ സി സൈഹലോഫോബ്യൂട്ടൈൽ ആണെങ്കിലും ഫെർനോക്സോപ്രോപീതൈൽ ആണെങ്കിലും നമ്മുടെ POP-യിൽ ഉള്ളത് തന്നെയാണ്. സോ കാർഫെൻട്രസോൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പോസ്റ്റ് എമർജന്റ് ഹെർബിസൈഡ് എന്തിനെ, നമ്മുടെ ഡൈക്കോട്ട് വീറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നതായിരുന്നു. അതേസമയം നമ്മുടെ സൈഹലോഫോബ്യൂട്ടൈലും ഫെർനോക്സോപ്രോപീതയിലും നമ്മുടെ ഗ്രാസി വീറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നതായിരുന്നു. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബ്രോഡ് സ്പെക്ട്രം ഹെർബിസൈഡ് ആയിരുന്നു. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ എ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് റിപ്പോർട്ടഡ് ഹെർബിസൈഡ് റെസിസ്റ്റന്റ് വീഡ് ഇൻ ദ വേൾഡ് ആണ് ചോദിച്ചത്. സോ ഇത് നമ്മൾ ശ്രദ്ധിച്ച് എഴുതിയിരിക്കണം, കാര്യം ഇൻ ദ വേൾഡ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. വേൾഡ് എന്ന് പറയുമ്പോൾ ഏതാണ് ഓപ്ഷൻ വരുന്നത്? നമ്മുടെ സെൻസിയോ വൾഗാരിസ് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നമ്മുടെ ട്രൈസിൻ ഗ്രൂപ്പ് ഓഫ് ഹെർബിസൈഡ്സിന് റെസിസ്റ്റൻസ് കാണിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ നമ്മുടെ ഇന്ത്യയിലായിരുന്നെന്നുണ്ടെങ്കിൽ ഫെലാരിസ് മൈനർ ആയിരുന്നു ഇതിന്റെ ആൻസർ വരുന്നത്. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഡ്രൗട്ട് പോർഷന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഫസ്റ്റ് കണ്ടിജന്റ് ഡ്രൗട്ട്. സോ കണ്ടിജന്റ് ഡ്രൗട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം അബ്നോർമൽ ഫെയിലിയർ ഓഫ് റെയിൻഫോൾ സംഭവിക്കുന്ന സമയത്താണ് കണ്ടിജന്റ് ഡ്രൗട്ട് ഉണ്ടാകുന്നത്. അതുപോലെ ഇൻവിസിബിൾ ഡ്രൗട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ഇവോപ്പോ ട്രാൻസ്പിറേഷൻ നീഡ്സ് ഓഫ് ദ പ്ലാന്റ്. ആ കേസിലാണ് നമ്മൾ പറയുന്നത് ഇൻവിസിബിൾ ഡ്രൗട്ട് ഉണ്ടാകുന്നു. സോ അതെന്താ വരുന്നത്? റെയിൻഫോൾ ഈസ് ഇൻഅഡിക്വേറ്റ് ടു മീറ്റ് ദ ഇവോപ്പോ ട്രാൻസ്പിറേഷൻ നീഡ്. നെക്സ്റ്റ് എന്ന് പറയുന്ന മെട്രോളജിക്കൽ ഡ്രൗട്ട്. മെട്രോളജിക്കൽ ഡ്രൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആനുവൽ പ്രസിപ്പിറ്റേഷൻ നോർമലിനെ കാട്ടിയും, അതായത് നോർമൽ പ്രസിപ്പിറ്റേഷനെ കാട്ടിയും കുറയുന്ന സമയത്ത് ഫോർ എ പ്രൊലോങ്ഡ് പീരീഡ്, ആ സമയത്താണ് നമ്മൾ മെട്രോളജിക്കൽ ഡ്രൗട്ട് ഉണ്ടായി എന്ന് പറയുന്നത്. ഇനി ഫിസിയോളജിക്കൽ ഡ്രൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും പ്ലാന്റിന്റെ ഫിസിയോളജി റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒന്ന് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ ഓർത്താൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഈ ഓപ്ഷൻസിൽ നിന്ന്. അതായത് അണേബിൾ ടു അബ്സോർബ് വാട്ടർ ഫ്രം ദ സോയിൽ ഈവൻ വെൻ വാട്ടർ ഈസ് അവൈലബിൾ. സോ ഇതിന്റെ എല്ലാം കൂടെ മാച്ച് ചെയ്ത് വരുന്ന കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രേഡഡ് ബണ്ടിങ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് ഹൈ റെയിൻഫോൾ ഏരിയാസ് ഫോർ റിമൂവിങ് എക്സസ് റെയിൻ വാട്ടർ. ഇത് നമ്മുടെ PPT-യിൽ ഇങ്ങനെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ് ഗ്രേഡഡ് ബണ്ടിങ് എന്ന് പറയുന്നത്? ഹൈ റെയിൻഫോൾ ഏരിയാസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ ഓർഡർ ടു റിമൂവ് എക്സസ് റെയിൻ വാട്ടർ. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബെഞ്ച് ടെറസിംഗ് നമ്മൾ 16 to 33% സ്ലോപ്പ് ഉള്ള ഏരിയാസിലാണ് ചെയ്യുന്നത്. ഇതും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ കൺസർവേഷൻ ഡിച്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻവേർട്ടഡ് ഒരു കോണ്ടർ ബണ്ടിങ് ടൈപ്പ് ആണ്. എന്തിനു വേണ്ടി? വാട്ടർ റിട്ടൻഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൺസർവേഷൻ ഡിച്ചിങ് ഒക്കെ ചെയ്യാറുള്ളത്. ചെക്ക് ഡാംസ് എന്ന് പറയുമ്പോഴത്തേക്കും റീചാർജ് ദ ഗ്രൗണ്ട് വാട്ടർ ആണ് ഇതിന് ആപ്റ്റ് ആയിട്ട് വരുന്നത്. അതുവഴി എന്ത് ചെയ്യും? നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ റീചാർജ് നല്ല രീതിക്ക് നടക്കുകയും റൺ ഓഫിനെ കുറയ്ക്കുന്നു, പിന്നെ അതുപോലെ ഇൻഫിൽട്രേഷൻ കൂട്ടുന്നു. ഇതൊക്കെയാണ് ചെക്ക് ഡാംസിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. സോ ഈ ക്വസ്റ്റ്യനും നമ്മൾ ക്ലാസ് കേട്ടവർക്കറിയാം, ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇതെല്ലാം മാച്ച് ചെയ്ത് വരുന്ന കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? സോ ഇഫ് LER എന്ന് പറയുന്നത് ലാൻഡ് ഇക്വലന്റ് റേഷ്യോ. സോ നമ്മൾ ഈ ലാൻഡ് ഇക്വലന്റ് റേഷ്യോയുടെ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കിട്ടുന്ന വാല്യൂ ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ 1 നമുക്ക് പറയാം എന്താണ്? ഇന്റർ ക്രോപ്പിംഗ് ഈസ് അഡ്വാൻറ്റേജസ് കമ്പയർഡ് ടു പ്യുവർ ക്രോപ്പിംഗ്. സോ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഇൻ റിലേ ക്രോപ്പിംഗ് ദർ ഇസ് എ ഷോർട്ട് സ്പാൻ ഓഫ് ഓവർലാപ്പിംഗ് ബിറ്റ്വീൻ 2 ക്രോപ്സ് ഇൻ ദ സീക്വൻസ്. അല്ലെ, നമ്മുടെ റിലേ റേസ് പോലെ 2 ക്രോപ്സിന്റെയും ഒരു പെർട്ടിക്കുലർ പാർട്ട് ഓഫ് ഡ്യൂറേഷൻ ഓവർലാപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആ സെയിം സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻ പാരലൽ ക്രോപ്പിംഗ്
there is a mutual competition and can't express their full yield potential. ആണോ? പാരലൽ ക്രോപ്പിംഗിൽ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? നമ്മൾ ക്രോപ്സിനെ കോമ്പറ്റീഷൻ കുറവുള്ള ക്രോപ്സിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് എന്തിനു വേണ്ടി, ഇൻ ഓർഡർ ടു യൂട്ടിലൈസ് ദ റിസോഴ്സ് മാക്സിമം ആയിട്ട് നമ്മൾ ആ റിസോഴ്സസിനെ എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ പാരലൽ ക്രോപ്പിംഗ്, അല്ലേ? സോ ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് റോങ് ആണ് വരുന്നത്. ഇനി ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് കൺസർവേഷൻ അഗ്രികൾച്ചർ പ്രൊമോട്ട്സ് മെയിൻ്റനൻസ് ഓഫ് പെർമനന്റ് സോയിൽ കവർ, മിനിമം സോയിൽ ഡിസ്റ്റർബൻസ് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് പ്ലാന്റ് സ്പീഷീസ്. സോ നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് കൺസർവേഷൻ അഗ്രികൾച്ചർ പറയുന്ന സമയത്ത് നമ്മൾ 3 പ്രിൻസിപ്പിൾസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വന്ന ഒരു ഡയറക്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഇത്. സോ നമുക്ക് ഇതിനകത്ത് ഈസി ആയിട്ട് പിക്ക് ചെയ്യാം, അല്ലെ? ഓപ്ഷൻ 1ഉം 2ഉം 4ഉം ആണ് ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. ഇനി ഇറിഗേഷൻ എന്ന് വന്ന വേറൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, അല്ലെ? ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കാപ്പിലറി വാട്ടർ ഈസ് ഹെൽഡ് ബിറ്റ്വീൻ ദ ടെൻഷൻ. എന്താണ്? ഫീൽഡ് കപ്പാസിറ്റി ആൻഡ് ഹൈഗ്രോസ്കോപ്പിക് കോഎഫിഷ്യന്റിന്റെ ഇടയിലാണ് നമ്മുടെ കാപ്പിലറി വാട്ടർ വരുന്നത്, അല്ലെ? അതായത് ഓപ്ഷൻ എന്ത് വരും? 1/3 അറ്റ്മോസ്ഫിയർ ടു 31 അറ്റ്മോസ്ഫിയർ. ഇതും നമ്മൾ സ്ലൈഡ്സിൽ കൊടുത്ത സെയിം സാധനം നമ്മൾ ഇത് പഠിപ്പിക്കുന്ന സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പോർഷനിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാന്ന്. സോ സെയിം ഈസി ആയിട്ട് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മുടെ ഫെർട്ടിലൈസർ കാൽക്കുലേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. കാൽക്കുലേറ്റ് ദ ടോട്ടൽ യൂറിയ റിക്വയർമെന്റ് ഓഫ് റൈസ് വെറൈറ്റി KU പൗർണമി കൾട്ടിവേറ്റഡ് ഇൻ 1 acre. ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുണ്ടായിരുന്നു, അല്ലെ? ശ്രേയസ് വെറൈറ്റി വെച്ച് ഇതേപോലൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇത് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. പൗർണമി എന്ന് പറയുന്നത് ഒരു മീഡിയം ഡ്യൂറേഷൻ വെറൈറ്റി ആണ്. മീഡിയം ഡ്യൂറേഷൻ വെറൈറ്റിയുടെ NPK റിക്കമെൻഡേഷൻ നമ്മുടെ POP കൊടുത്തിട്ടുണ്ട് 90-45-45. സോ നമുക്ക് ഇവിടെ കാണേണ്ടിയിരിക്കുന്ന എന്താണ്? യൂറിയ റിക്വയർമെന്റ് എത്രയെന്ന്. സോ 1 ഹെക്ടറിലേക്ക് നമുക്കറിയാം 90 kg നൈട്രജൻ ആണ് വേണ്ടുന്നത് അക്കോർഡിംഗ് ടു റിക്കമെൻഡഡ് ഡോസ്, അല്ലേ? സോ എമൗണ്ട് ഓഫ് യൂറിയ റിക്വയർഡ് ഫോർ 1 ഹെക്ടർ എന്ന് പറയുന്നത് നമ്മുടെ 2.17. എന്താണ് ഈ 2.17? നമ്മുടെ കൺവേർഷൻ ഫാക്ടർ, അല്ലേ? അത് ഇൻറ്റു 90 ആണ്. സോ 195.3 kg യൂറിയാണ് നമുക്ക് 1 ഹെക്ടറിലേക്ക് വേണ്ടുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ എന്താ? നിങ്ങൾക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്ന് നിങ്ങൾ ഓടിപ്പോയി ഇത് കുത്തരുത്. കാര്യം നമുക്ക് ചോദിച്ചിരിക്കുന്നത് 1 ഏക്കറിലേക്കാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. സോ 1 ഏക്കറിലേക്ക് എന്താണ്? നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യണം. എങ്ങനെ? 195 ഇൻറ്റു 0.4. എന്തുകൊണ്ടാണ് 0.4 ചെയ്തത്? 1 ഏക്കർ എന്ന് പറയുന്നത് 0.4 ഹെക്ടർ ആണ്, അല്ലെ? സോ അങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആൻസർ നമുക്ക് ഓപ്ഷൻ ബി 78.26 kg ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മുടെ അഗ്രോണമി പോർഷനിൽ ചോദിച്ചത്. സോ എല്ലാവർക്കും അഗ്രോണമി പോർഷൻ സിമ്പിൾ ആയിട്ട് ഫുൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. അഗ്രോണമി നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. സോ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മുടെ അഗ്രികൾച്ചർ ഓഫീസർ എന്ന് പറയുന്ന ഒരു മേജർ എക്സാം നമ്മൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ഇത്ര നാളും പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നത്. അത് ഇവിടെ ഇന്നിപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ ഞാൻ കേട്ടത് വെച്ച് നോക്കുമ്പോൾ കുറേ പിള്ളേർക്കൊക്കെ അതൊരു ടഫ് എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് എൻഡമോളജിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ വരുന്നതിനൊക്കെ കുറച്ചും കൂടി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അതിൽ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ലൈക്ക് നമ്മുടെ ടെസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് ആ ഒരു മൈൻഡ് കറക്റ്റ് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ തെറ്റിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ. അപ്പൊ നമ്മൾ എന്തായാലും നമ്മുടെ പ്രൊഫഷണൽ കീ റിലീസ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒന്ന് ഡിസ്കഷൻ എന്നുള്ള രീതിയിലാണ് ഈ സെഷൻ ഡീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം 1 by 1. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സിംറ്റംസ് ആർ കറക്റ്റ്ലി മാച്ച്ഡ് വിത്ത് ദ ഇൻസെക്ട് പെസ്റ്റ് എന്നായിരുന്നു ചോദ്യം. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് വരുന്നത് നീഡിൽ ലൈക്ക് റോളിംഗ് ആൻഡ് ഡ്രൈയിങ് ഓഫ് ടിപ്സ് ആണ്, ലീഫ് ടിപ്സ്. അത് റൈസ് ഹിസ്പ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. റൈസ് ഹിസ്പയുടെ സിംറ്റം അല്ല അത്. ഇത് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് നീഡിൽ ലൈക്ക് റോളിംഗ് എന്ന് പറയുന്നത് നമ്മുടെ റൈസ് ത്രിപ്സിന്റെ ഒരു സിംറ്റം ആയിട്ടാണ് വരിക. എക്സോഡേഷൻ ഓഫ് ബ്രൗണിഷ് ലിക്വിഡ് ഫ്രം കോക്കനട്ട് ട്രങ്ക്, അത് ശരിയാണ്, റെഡ് പാം വീവിന്റെ സിംറ്റം ആണ്.
കമ്മിങ് ഇൻ ടു ദ ഡെഡ് ഹാർട്ട് ഇൻ ദ ജിഞ്ചർ. ഡെഡ് ഹാർട്ട് ഇൻ ദ ജിഞ്ചർ എന്ന് പറയുന്നത് യുഡാസ്പസ് ഫോളസിന്റെ സിംറ്റം അല്ല. ഡെഡ് ഹാർട്ട് കൂടുതലായിട്ട് ജിഞ്ചറിൽ അടക്കം കോസ് ചെയ്യുന്നത് നമ്മുടെ കൊണോഗിറ്റസ് പംപിഫെറാലിസ് ആണ്. അതേപോലെ തന്നെ കട്ടിംഗ് ഓഫ് റൈസ് ലീഫ് ടിപ്സ് ആൻഡ് റോളിംഗ് ഓഫ് ദ ലീവ്സ്, അത് നമ്മുടെ സ്പോഡോപ്റ്ററയുടെ ഒരു സിംറ്റം ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം അവർ കട്ട് ചെയ്ത് വിടാറുണ്ട്, പക്ഷെ റോൾ ചെയ്യാറില്ല. കട്ടിംഗ് ദ റൈസ് ലീഫ് ടിപ്സ് എന്ന് പറയുമ്പോൾ മിക്കവാറും അത് കേസ് വേമിന്റെ ഒരു സിംറ്റം ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ കേസ് വേം ആണ് കട്ട് ചെയ്ത് അതിനെ റോൾ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ആൻസർ ബി ആണ്. കമ്മിങ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻസെക്ടിസൈഡ് ഈസ് എ മസിൽ പോയ്സൺ എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ആദ്യം നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഇൻസെക്ടിസൈഡ് ആണെന്നുള്ളത് അറിയണം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡൈമിത്തോയേറ്റ്, ഡെൽറ്റാമെത്തിൻ, അസെറ്റാമിപ്രിഡ്, ക്ലോറാനിഡൽപോൾ. അപ്പൊ അതില് ഡൈമിത്തോയേറ്റ് ഒരു ഓർഗനോഫോസ്ഫേറ്റ് കോമ്പൗണ്ട് ആണ്. അപ്പൊ അത് നമുക്ക് ഒരിക്കലും മസിൽ പോയ്സൺ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഡെൽറ്റാമെത്തിൻ ഒരു പൈറിത്രോയിഡ് ആണ്. അപ്പോൾ അത് നമുക്കറിയാം സോഡിയം ചാനലിനെ ഹീൽ ചെയ്യുന്ന അല്ലെങ്കിൽ സോഡിയം ചാനലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതൊരു മസിൽ പോയ്സൺ അല്ല. അസെറ്റാമിപ്രിഡ് എന്ന് പറയുന്ന ഒരു നിയോനിക്കോട്ടിനോയിഡ് ആണ്. നിക്കോട്ടിനിക് അസെറ്റൈൽകൊളിൻ റിസപ്റ്റേഴ്സിനെ ആക്ട് ചെയ്യുന്ന ഒരു ഇൻസെക്ടിസൈഡ് ആണ്. അപ്പൊ അതും നമ്മുടെ മസിൽ പോയ്സൺ അല്ല. ലാസ്റ്റ് വരുന്നത് ക്ലോറാൻഡനിപ്പോൾ ആണ്. അതൊരു ഡയമൈഡ് ഇൻസെക്ടിസൈഡ് ആണ്. നമുക്കറിയാം ഡയമൈഡ് ഇൻസെക്ടിസൈഡിന്റെ മേജർ ആയിട്ടുള്ള ഒരു മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് അവര് റൈനോഡിൻ റിസപ്റ്റർ മോഡുലേറ്റേഴ്സ് ആണ്. അപ്പൊ റൈനോഡിൻ എന്ന് പറയുന്നത് മസിലുമായിട്ട് ബന്ധപ്പെട്ട റിസപ്റ്റർ ആണ്. അവരതിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് കാൽഷ്യം റിലീസ് ഉണ്ടാവുകയും മസിൽ കോൺട്രാക്ഷൻസ് കൂടുകയും ആ ഒരു സ്റ്റോർഡ് ആയിട്ടുള്ള ഒരു കാൽഷ്യം കുറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് വരിക. അപ്പൊ മസിൽ പോയ്സൺ എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ ബി ആണ്. റൈനോഡിൻ റിസപ്റ്റർ മോഡുലേറ്റേഴ്സ്. പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇതിലങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാൻ അധികം ചാൻസ് ഇല്ല. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻസെക്ട് പെസ്റ്റ് ക്യാൻ ബി സക്സസ്ഫുള്ളി മാനേജ്ഡ് ബൈ ദ ബയോ കൺട്രോൾ ഏജൻസ്. അപ്പൊ ഇതിൽ പാരാകോക്കസ് മാർജിനേറ്റസ് ആണ്, നമ്മുടെ മീലിബഗ് ആണ്. അപ്പൊ നമുക്ക് പപ്പായ മീലിബഗ്. അപ്പൊ അതിനെ നമ്മൾ സക്സസ്ഫുള്ളി ബയോ കൺട്രോൾ ഏജന്റ് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി മാനേജ് ചെയ്തതാണ് എസെറോഫാഗസ് പപ്പായ. പിന്നെ വരുന്നത് ഷുഗർ കെയിൻ വൂളി എഫിഡ് ആണ്. ഡിഫ എഫിഡിഗോറ പോലെയുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബയോ കൺട്രോൾ ഏജൻസ് വെച്ചിട്ട് നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് വൈറ്റ് ഫ്ലൈ ഇൻ കോട്ടൺ. വൈറ്റ് ഫ്ലൈ ഇൻ കോട്ടൺ എന്ന് പറയുന്നത് ബെമീസിയ ടബാക്കയാണ്. പക്ഷെ അതിനെ നമുക്ക് ഒരിക്കലും അങ്ങനെ ബയോ കൺട്രോൾ ഏജന്റ് ആയിട്ട് ബയോ കൺട്രോൾ ഏജൻസ് ഉണ്ട്, ലൈക്ക് നമ്മുടെ എൻകാർസിയ ഫോർമോസ പോലെയുള്ളതുണ്ട്. പക്ഷെ സക്സസ്ഫുള്ളി മാനേജ്ഡ് എന്ന് പറഞ്ഞാൽ അത് അത്ര അപ്രോപ്രിയേറ്റ് ആവില്ല. കാരണം മിക്കവാറും നമ്മൾ വൈറ്റ് ഫ്ലൈനൊക്കെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതർ മെത്തേഡ്സ് കെമിക്കൽ അടക്കം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ബയോ കൺട്രോൾ ഏജൻസ് വെച്ച് സക്സസ്ഫുള്ളി മാനേജ് ചെയ്തു എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കോക്കനട്ട് ബ്ലാക്ക് കാർഡ് ഹെഡ് കാറ്റർപില്ലർ നമുക്കറിയാം ഒരുപാട് തരത്തിലുള്ള ബയോ കൺട്രോൾ ഏജൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അതും ഓക്കെയാണ്. അപ്പോൾ 1, 2 and 4 ആണ് അതിന്റെ കറക്റ്റ് ആൻസേഴ്സ് വരിക, കുറച്ചും കൂടി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, സോ കമ്മിങ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിങ് ഫ്ലെക്സേഷൻ ഈസ് ആബ്സെന്റ് ഇൻ. അപ്പൊ ഇത് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണല്ലോ. ഇത് ഒരു നോർമൽ നമ്മുടെ എന്താ പറയാ ജനറൽ എൻഡമോളജി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. ലെപ്പിഡോപ്റ്ററ, എഫിമെറോപ്റ്ററ, ഹെമിപ്റ്ററ, തൈസാനോപ്റ്ററ. അപ്പൊ നിങ്ങൾക്ക് അറിയാം എഫിമെറോപ്റ്ററയും ഒഡോണേറ്റയാണ് ഫ്ലെക്സിംഗ് മെക്കാനിസം ഇല്ലാത്ത 2 ഓർഡേഴ്സ് ആയിട്ട് വരിക. അപ്പൊ എന്താണ് വിങ് ഫ്ലെക്സിംഗ് മെക്കാനിസം എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. അതായത് വിങ് ഫ്ലെക്സിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻസെക്ടിന് 2 തരത്തിലുള്ള വിങ്സ് ആണുള്ളത്. അതായത് ഒരു പെയർ ഓഫ് ഫോർ വിങ്, ഒരു പെയർ ഓഫ് ഹൈൻഡ് വിങ്. ഇവര് ഇതിനെ ലിഫ്റ്റ് ചെയ്ത് അവര് പറക്കുന്ന സമയത്ത് ഈ ഹൈൻഡ് വിങ് ഒരു ഭാഗത്തേക്കും ഫോർ വിങ് ഒരു ഭാഗത്തേക്കുമാണ് പോണെന്ന് വെച്ചാൽ അവർക്ക് നമുക്കൊരു സ്ഥലത്തേക്ക് അവർക്ക് കറക്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 4 ചിറകുകളും ഒരേപോലെ ഒരു മെക്കാനിസം വഴി ഒരു എന്താ പറയാ ഒറ്റ സെഗ്മെന്റ് ആയിട്ട്, അതായത് ഒരേപോലെ അവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഫ്ലെക്സിംഗ് മെക്കാനിസം എല്ലായിടത്തും പ്രസന്റ് ആണ്. ഓക്കെ, അപ്പൊ വിങ് ഫ്ലെക്സിംഗ് മെക്കാനിസം അവർക്ക് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും നീക്കാനും എല്ലാറ്റിനും പറ്റുന്ന തരത്തിലുള്ള, അതായത് മടക്കുക,
വിങ് കപ്ലിംഗ് മെക്കാനിസം ഉണ്ട്, വിങ് ഫ്ലെക്സിംഗ് മെക്കാനിസം ഉണ്ട്. രണ്ടാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഹൈൻഡ് വിങ് ഒരു ഭാഗത്തേക്കും ഫോർ വിങ് ഒരു ഭാഗത്തേക്കും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കപ്ലിംഗ് മെക്കാനിസം ഉള്ളത്. അതേപോലെ ഫ്ലെക്സിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ മടക്കുകയും നിവർത്തുകയും ചെയ്യുന്ന ആ ഒരു മെക്കാനിസം. പക്ഷേ ഈ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ തുമ്പി അതേപോലത്തെ അതായത് ഓഡോണൈറ്റ് ആയിട്ട് അതില്ല, അവർക്കൊരിക്കലും എന്താ പറയാ പ്രോപ്പറായിട്ട് എന്താ മടക്കലും നിവർത്തലും പറ്റില്ല. കാരണം അവരെപ്പോഴും അവരുടെ 4 നമ്മുടെ വിങ്സും എപ്പോഴും ഹൊറിസോണ്ടലായിട്ട് വെച്ച് ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതാണ് വിങ് ഫ്ലെക്സിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ. അത് ആബ്സെന്റ് ആയിട്ടിരിക്കുന്ന രണ്ട് ഓർഡേഴ്സ് ആണുള്ളത്. ഒന്ന് എഫിമെറോപ്റ്ററ, ഒന്ന് ഓഡോണൈറ്റ. ഓർത്ത് വെക്കുക. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, മോർഫോളജി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മാൻഡിബിൾസ് ഓഫ് ഹണി ബീസ് ആർ ബ്ലണ്ട് എന്ന് പറയുന്ന ആൻസർ ശരിയാണ്. നമുക്ക് അറിയാം ഹണി ബീസിൽ വാക്സ് മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് മാൻഡിബിൾ. അല്ലാതെ അവിടെ കട്ടിങ് ആക്ഷൻ അവിടെ വരുന്നില്ല. അതുകൊണ്ട് അവരുടെ മാൻഡിബിൾ ബ്ലണ്ട് ആണ്, ഷാർപ്പ് അല്ല. അത് ശരിയാണ്. ഹൈപ്പോഫാരങ്സ് ഈസ് മോഡിഫൈഡ് ആസ് സ്റ്റൈലറ്റ് ഇൻ ദ ഹെമിപ്റ്ററം ബഗ്സ്. അത് തെറ്റാണ്. കാരണം ഹെമിപ്റ്ററം ബഗ്സിൽ 2 സെറ്റ് ഓഫ് സ്റ്റൈലറ്റ്സ് ആണുള്ളത്. ഒന്ന് ഒരു പെയർ ഓഫ് മാക്സില, ഒരു പെയർ ഓഫ് മാൻഡിബിൾ. ഇങ്ങനെ 4 സ്റ്റൈലറ്റ്സ് ആണ് അവരുടെ ഉള്ളത്. ദെൻ കംസ് ടു ലാക്സിനിയ. ലാക്സിനിയ ഇസ് മോഡിഫൈഡ് ആസ് പ്രൊബോസസ് ഇൻ ബട്ടർഫ്ലൈസ് എന്നാണ് ഒരു ചോദ്യം വന്നിരിക്കുന്നത്. അത് തെറ്റാണ്. കാരണം ലാക്സിനിയ അല്ല, ഗാലിയാണ് അവിടെ പ്രൊബോസസ് ആയിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ളത്. പിന്നെ ഗാലി ആൻഡ് ലാക്സിനിയ ആർ പാർട്സ് ഓഫ് മാക്സില. അത് രണ്ടും ശരിയാണ്. ആൻസർ എന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് 2ഉം 3ഉമാണ്. Coming into this question, ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ദ ഗോൾ ഇൻ ദ റൈസ് കോസ്ഡ് ബൈ റൈസ് ഗോൾമെന്റ് ഈസ് ദ മോഡിഫിക്കേഷൻ ഓഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഷീറ്റിൽ മോഡിഫിക്കേഷൻ ആണ്. സെസിഡോജൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിന്റെ ഇത് കാരണമാണ് ആ ഗോൾ ലൈക്ക് ഫോർമേഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, പിന്നെ ഈ ക്വസ്റ്റ്യൻ ആണ് ഇനി വരുന്ന 2-3 ക്വസ്റ്റ്യൻ ആണ് എല്ലാവർക്കും ഒരു ഡൗട്ട് വരാറുള്ളത്. അത് ശരിക്ക് എളുപ്പമാണ്, പക്ഷെ നമ്മൾ ആ ഒരു ടൈമിന്റെ ഒരു ഇതില് നമുക്ക് എന്താ പറയാ ചിലപ്പോൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള സംഭവമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസൻസ് ഓഫ് ട്രൈക്കോംസ് ഇൻ ദ ലീവ്സ് കൺഫർ റെസിസ്റ്റൻസ് ടു പ്ലാന്റ്സ് ബൈ ആന്റിസെനോസിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണ്. കാരണം ട്രൈക്കോംസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. അത് മോർഫോളജിക്കൽ ഫീച്ചർ ആണ്. അതുവഴി റെസിസ്റ്റൻസ് ഉണ്ടാക്കുക. അതൊരു ആന്റിസെനോസിസിന്റെ എക്സാമ്പിൾ ആണ്. Coming to the second question, second statement എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് ഗോസിപ്പിയോൾ ഇൻ ദ കോട്ടൺ കൺഫർ റെസിസ്റ്റൻസ് ബൈ ആന്റിസെനോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണ്. കാരണം ഗോസിപ്പിയോൾ എന്നുള്ളൊരു കണ്ടന്റ് കാരണം ആന്റിബയോസിസ് വഴിയാണ്, അതായത് ബയോളജിനെയാണ് എഫക്ട് ചെയ്യുന്നത്. അപ്പൊ ആന്റിബയോസിസ് വഴിയാണ് അവിടെ ആ ഒരു റെസിസ്റ്റൻസ് വരുന്നത്. അപ്പൊ 2 തെറ്റാണ്. Coming into the third question, third statement, the ability of the rice variety to produce more tillers after the infestation of the rice temborer is tolerance. അത് ശരിയാണ്. കാരണം അങ്ങനെ വരുമ്പോൾ കൂടുതലായിട്ട് ടില്ലർ വരുമ്പോൾ അവർ കൂടുതലായിട്ടുള്ള റൈസ് ടെമ്പോററിന്റെ ഒരു അറ്റാക്ക് അവിടെ പ്രിവെന്റ് ആവുന്നുണ്ട്. അത് ശരിയാണ്. പിന്നെ ബയോടൈപ്പ് ഡെവലപ്മെന്റ് ഒക്കേഴ്സ് ഇൻ വെറൈറ്റീസ് വിത്ത് ആന്റിബയോസിസ് ആസ് എ റെസിസ്റ്റന്റ് മെക്കാനിസം. അതും ശരിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആന്റിബയോസിസ് എവിടെയാണോ ഉള്ളത്, അതായത് ഏത് വെറൈറ്റീസിലാണോ ആന്റിബയോസിസ് ഉള്ളത് അവിടെ ബയോടൈപ്പ് ഡെവലപ്മെന്റ് കൂടുതലായിരിക്കും. ഓക്കെ, ആൻസർ സി ആണ്. 1, 3 and 4 ആർ കറക്റ്റ്. പിന്നത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്, ഈസിയാണ്. വിച്ച് എമോങ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പ്രിഡേറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടിലോനോമസ് ഒരിക്കലൊരു പ്രിഡേറ്റർ അല്ല, ഇറ്റ്സ് എ പാരസെറ്റോയിഡ് ആണ്. കിലോമീനസ് സെക്സ് മാക്കുലേറ്റ ഒരു കോക്സിനെലിഡ് ആണ്. ക്രൈസോപ്പറിൽ നിങ്ങൾക്കറിയാം ഗ്രീൻ ലീസ് വിങ് ഡിഫാഫിഡിവോർ, അതും ഒരു പ്രിഡേറ്റർ ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് ആൻസർ ഇസ് എ. Then come to the next question. Which of the following can be used for the management of nematodes? ഇത് ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്നാലും നമുക്ക് കൂടുതലായിട്ടൊരു 3 and 4 എന്ന് ചോയ്സ് കൊടുക്കാൻ കൂടുതലാണ്. കാരണം നമുക്കറിയാം എന്തായാലും പീസിലോമൈസിസ് ലൈലാസിനസും പോക്കോണിയ ക്ലാമിഡിസ്പോറിയയും ഇത് 2ഉം എന്തായാലും നെമറ്റോഡിന് മാത്രമായിട്ടുള്ളതാണ് നമുക്കറിയാം. പക്ഷെ സൂഡോമോണാസും ട്രൈക്കോഡെർമയും ഒരു ജനറലൈസ്ഡ് ബയോ കൺട്രോൾ ഏജന്റ് ആയത് കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ കീ വന്നപ്പോൾ ഓൾ ദ ഓപ്ഷൻസ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കത് തെറ്റ് പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് ക്യാൻ ബി യൂസ്ഡ് ആസ് എ മാനേജ്മെന്റ് ഓഫ് നെമറ്റോഡ്സ് തന്നെ കൊടുക്കേണ്ടി വരും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് തോന്നുന്നു. ചൂസ് ദ കറക്റ്റ് ആൻസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലും
ചില കുട്ടികൾക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അത് വേറൊന്നുമല്ല, ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിപ്പോയിട്ടുള്ളതാണല്ലേ. സംഭവം അത്ര എന്താ പറയാ ഡിഫിക്കൽട്ട് ഒന്നുമല്ല. ഗമ്മി എക്സുഡേഷൻ ഫ്രം ബനാന സ്യൂഡോസ്റ്റെം ഇസ് ഡ്യൂ ടു കോസ്മോപോളിറ്റസ് സോളിഡസ്. അത് തെറ്റാണ്. കാരണം സ്യൂഡോസ്റ്റെമ്മിന്റെ ഗമ്മി എക്സുഡേഷൻ എന്ന് പറഞ്ഞാൽ സ്യൂഡോസ്റ്റെം വീവിൽ കാരണം ഉണ്ടാവുന്നതാണ്. അപ്പൊ അത് കോസ്മോപോളിറ്റസ് സോളിഡസ് അല്ല. വാട്ടി അപ്പിയറൻസ് ഇൻ ദ ഗോവ ഫ്രൂട്ട് ഇസ് ഡ്യൂ ടു ടീ മോസ്കിറ്റോ ബഗ്. അത് ശരിയാണ്. കാരണം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് വാട്ടി കോർക്കി അപ്പിയറൻസ് ഉണ്ടാവും എന്നുള്ളത്. പിന്നെ വരുന്നത് വിൽറ്റിംഗ് ഓഫ് ടെൻഡർ ഷൂട്ട്സ് ഓഫ് ബ്രിഞ്ചോൾ ഇസ് ഡ്യൂ ടു ലൂസിനോഡസ് ആർബോണാലിസ്. അതും ശരിയാണ്. കാരണം ടെൻഡർ ഷൂട്ട് ഇത് ഷൂട്ട് ആൻഡ് ഫ്രൂട്ട് ബോറർ ആണ്. അപ്പൊ ഷൂട്ടിനെ ആദ്യം ബോർ ചെയ്തതിന് ശേഷം ലേറ്റർ ഓൺ ഇറ്റ് ലീഡ്സ് ഗോസ് ടു ദ ഫ്രൂട്ട്. അപ്പൊ അതുകൊണ്ട് ടെൻഡർ ഷൂട്ട്സിൽ വിൽറ്റിംഗ് ഒരു പോസിബിലിറ്റി ആണ്. പിന്നെ വരുന്നത് മാർജിനൽ യെല്ലോയിങ് ഓഫ് ബിറ്റർ ഗോഡ് ലീവ്സ് ഇസ് ഡ്യൂ ടു വൈറ്റ് ഫ്ലൈ അറ്റാക്ക്. അപ്പോൾ അതും യെല്ലോയിങ് ഒരു പോസിബിലിറ്റി ആണ്. പക്ഷെ എന്നാൽ പോലും അതിനൊക്കെ കുറച്ചും കൂടി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് 2 and 3 ആണ്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിലങ്ങനെ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഒന്നുമില്ല. അപ്പോ എല്ലാവരും നന്നായി എഴുതിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്കിനി ബാക്കിയുള്ള എല്ലാ സെഷനത്തെയും നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് കീ ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫർദർ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ എല്ലാവരും നന്നായി എഴുതിയിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ ഓൾ. എല്ലാവർക്കും നമസ്കാരം. ഇക്കഴിഞ്ഞ ജൂലൈ 4, 2025 നടന്ന് കേരള PSC അഗ്രികൾച്ചർ ഓഫീസർ 506/2024 പ്രൊവിഷണൽ ആൻസർ കീ ഇപ്പോൾ ഇന്ന് ഔട്ട് ആയിട്ടുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ടിട്ട് ഹോർട്ടിക്കൾച്ചർ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ആദ്യമേ വന്നിരിക്കുന്ന ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പാണ്. അത് വെദർ ദ സ്റ്റേറ്റ്മെന്റ് ഇസ് ഇൻകറക്റ്റ് എന്നുള്ള രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ വെറൈറ്റീസ് ഈസ് ഓർ ആർ ഇൻകറക്റ്റ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് പൂർണിമ ഈസ് എ കാഷ്യൂ ഹൈബ്രിഡ് വിത്ത് എക്സ്പോർട്ട് ഗ്രേഡ് നട്ട്സ് ആൻഡ് ഹൈ ഷെല്ലിംഗ് പെർസെൻറ്റേജ്. വെള്ളൈനി തേജസ് ഈസ് എ ചില്ലി വെറൈറ്റി ഹാവിംഗ് ലോ പഞ്ചൻസി ആൻഡ് ഹൈ ഒലിയോറിസിൻ. Kera Madhura is a coconut genotype suited for both tender nut and copra. So, ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് A only 1 is incorrect ആണ് പറഞ്ഞിരിക്കുന്നത്. Which of these are incorrect? A only 1, B only 2, C only 3, D none of the above. So, answer keyയിൽ തന്നിരിക്കുന്നത് B ആണ്. B which is only 2 is incorrect എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് കറക്റ്റ്. നമ്മൾ ക്ലാസ് എടുത്തപ്പോഴും ഹോർട്ടിക്കൾച്ചറിൽ നിന്ന് ഈ പ്ലാന്റേഷനിൽ നിന്ന് നമ്മൾ കാഷ്യൂയുടെ ഏരിയയിൽ മെൻഷൻ ചെയ്തിരുന്നു പൂർണിമ വെറൈറ്റി വിച്ച് ഇസ് റിലീസ്ഡ്. സോ ഇറ്റ് ഈസ് ഹാവിങ് എക്സ്പോർട്ട് ഗ്രേഡ് ആണ് ആൻഡ് ഹൈ ഷെല്ലിംഗ് പെർസെൻറ്റേജ് തന്നെയാണ് പൂർണിമ വെറൈറ്റിക്ക് ഉള്ളത്. പിന്നെ വെള്ളൈനി തേജസ് ഈ ഒരു ഇതിലാണ് നമുക്കിവിടെ ഇൻകറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി ഇറ്റ് ഈസ് ഹാവിങ് ഹൈ പഞ്ചൻസി ആണ്, ലോ പഞ്ചൻസി അല്ല. ഹൈ പഞ്ചൻസി വിത്ത് ഹൈ ഒലിയോറിസിൻ ആൻഡ് കാപ്സസിൻ കണ്ടന്റ് ആണ്. ഹൈ ഒലിയോറിസിൻ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, ബട്ട് ലോ പഞ്ചൻസി ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ദാറ്റ്സ് ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഇസ് ഇൻകറക്റ്റ് ഹിയർ. So second is incorrect. Then third one is also again correct. Kera Madhura is a coconut genotype suited for both tender nut and copra. That is a correct statement. So ഇവിടെ incorrect ആയിട്ടുള്ളത് ആൻസർ B, ഓപ്ഷൻ B. So the answer will be B. ഇതാണ് ആദ്യത്തെ ഹോർട്ടിക്കൾച്ചറിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യം. ഇനി അടുത്ത ചോദ്യം. പിങ്ക് ബുക്ക്. പിങ്ക് ബുക്ക് ഇസ് പബ്ലിഷ്ഡ് ബൈ FSSAI. ഇസ് എ ഗൈഡ് ഫോർ പിങ്ക് ബുക്ക്. FSSAIയുടെ ഇതാണ്. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇറ്റ് ഇസ് ഓപ്ഷൻ A is detecting adulteration, B analysis of nutritional value, C safe and nutritional food at home, D all of the above. സോ ഇതിൻ്റെ ആൻസർ C ആണ്. ഇത് FSSAIയുടെ പിങ്ക് ബുക്ക് യൂഷ്വലി അതിൻ്റെ ഇത് തന്നെ ഇറ്റ്സ് എ ഗൈഡ് ടു ഈറ്റിംഗ് റൈറ്റ് അറ്റ് ഹോം ആണ്.
eating right at home. So it is for safe and nutritional food at home എന്നാണ് ഇതിൻ്റെ പിങ്ക് ബുക്കിൻ്റെ മേജർ മെൻഷനിങ്. സോ പലർക്കും ഇത് ഓപ്ഷൻ ഡി ആയിക്കൂടെ എന്നൊരു സംശയം വരും. ബട്ട് പിങ്ക് ബുക്ക് ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. പിങ്ക് ബുക്ക് ഇസ് മെയിൻലി ഫോക്കസിങ് ഓൺ സേഫ് ആൻഡ് ന്യൂട്രീഷണൽ ഫുഡ് അറ്റ് ഹോം. പിന്നെ അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ്. Curing is done for strengthening skin of tuber crops. Time required for degreening depends on natural color breaks and maturity. Certain wax formulation do not impart closeness to fruits. So, ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ ആൻസർ വരിക ആൻസർ സി ആണ്. എല്ലാതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓൾ ഓഫ് ദി എബവ് ആർ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. സോ നമുക്ക് ഇവിടെ ഇത് ക്ലാസ് എടുക്കുന്ന സമയത്ത് പോസ്റ്റ് ഹാർവെസ്റ്റിന്റെ ഏരിയയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് സം വാക്സസ് വിച്ച് ഇസ് ട്രീറ്റഡ്. സോ ക്യൂറിങ് ചെയ്യാറുണ്ട്. ക്യൂറിങ് ചെയ്യുന്നത് യൂഷ്വലി ട്യൂബർ ക്രോപ്സിനാണ്. അത് അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ ഹീലായിട്ട് കുറച്ചു കാലം കൂടെ ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ക്യൂറിങ്. ദാറ്റ് ഈസ് യൂഷ്വലി ഫോർ സ്ട്രെങ്തനിങ് സ്കിൻ ഓഫ് ദി ട്യൂബർ ക്രോപ്സ്. പിന്നെ ടൈം റിക്വയർഡ് ഫോർ ഡീഗ്രീനിങ് ഡിപ്പെൻഡ്സ് ഓൺ നാച്ചുറൽ കളർ ബ്രേക്ക്. ദാറ്റ്സ് ആക്ച്വലി എ നാച്ചുറൽ പ്രോസസ്. സോ അത് ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ആൻഡ് വാക്സ് ഫോർമുലേഷൻ ഡു നോട്ട് ഇമ്പാർട്ട് certain. So there are some wax formulations that do not impart closeness to fruits. So here the answer is C. അപ്പോൾ നാച്ചുറൽ വാക്സ് ആയിട്ട് നമുക്കിപ്പം യൂസ് ചെയ്യുന്ന ആപ്പിൾ, ചെറീസ്, പ്ലം അതങ്ങനെ നാച്ചുറൽ ആയിട്ട് തന്നെ ഉണ്ടല്ലോ. അത് കൂടാതെ പോസ്റ്റ് ഹാർവെസ്റ്റ് കോട്ടിങ്ങിൽ ചെയ്യുന്ന സിട്രസിലൊക്കെ വാക്സ് കോട്ടിങ് ചെയ്യാറുണ്ട്. പിന്നെ കൊമേഴ്ഷ്യൽ ആയിട്ട് വാക്സ് ചെയ്യുന്നത് കർണോബ വാക്സ്, ഷെല്ലാക്, പാരഫിൻ വാക്സ്, ബി വാക്സ് ഇതൊക്കെ ഒരുപാട് കൊമേഴ്ഷ്യൽ ആയിട്ടും ചെയ്യുന്ന വാക്സസ് ആണ്. സോ ഇറ്റ്സ് ഓൾ ദി സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഹിയർ. So this is how a wax coated apple look like. Then ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആൻഡ് ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ക്ലാസ് എടുത്ത സമയത്തും നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പലപ്പോഴായിട്ടും ഡിസ്കഷന്റെ സമയത്തും ഈ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. വിത്ത് ഗ്രാഫ്റ്റിംഗ് ഈസ് അതർവൈസ് നോൺ ആസ്. നിങ്ങൾ യു ജി പഠിച്ചതായാലും ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിത്ത് ഗ്രാഫ്റ്റിംഗ് ഈസ് ഓൾസോ കോൾഡ് ആസ് സ്പ്ലൈസ് ഗ്രാഫ്റ്റിംഗ്, ഇനാച്ചിങ്, ക്ലെഫ്റ്റ് ഗ്രാഫ്റ്റിംഗ്, സ്റ്റോൺ ഗ്രാഫ്റ്റിംഗ്. It's a direct question. Answer is splice grafting ആണ്. whip grafting, splice grafting എന്നാണ് പറയുക. So whip grafting അതിന് whip and tongue grafting എന്ന് പറയും, or splice grafting. It's a direct question and fortunately നമ്മൾ നമ്മുടെ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. I hope everyone might have written this. അടുത്തത് which of the following statement is or are not correct? Incorrect ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. which of are not correct? First one, coconut hostorium is not suitable for babies affected by lactose intolerance. Second one, coconut testa is rich in anthocyanin. Next, coconut hostorium is a rich source of phenolics. So, ഇതിനകത്ത് ഏതാണ് ഇൻകറക്റ്റ് എന്നാണ്. Here the answer is A. A ആണ് ഇൻകറക്റ്റ്. ആക്ച്വലി കോക്കനറ്റിൽ ലാക്ടോസ് ബേസ്ഡ് പ്രൊഡക്ട്സ് ഒന്നുമില്ല. സോ ഇറ്റ് ഈസ് ആക്ച്വലി ഐഡിയൽ ഫോർ ദോസ് ഹു ആർ ഹാവിങ് ലാക്ടോസ് ഇൻടോളറൻസ്. സോ കോക്കനട്ട് ഹോസ്റ്റോറിയം കഴിച്ചതുകൊണ്ട് ലാക്ടോസ് ഇൻടോളറൻസുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ആൻഡ് ഇറ്റ് ഈസ് okay to have coconut hostorium milk instead of normal milk for those who are having lactose intolerance. So that statement is wrong. And the other one, coconut testa is rich in anthocyanin. It's a നല്ലൊരു കോമൺ ആയിട്ടും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആന്തോസൈനിൻ, കോക്കനട്ട് ടെസ്റ്റയിൽ ആന്തോസൈനിൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടും തന്നിട്ടുണ്ട്. ദിസ് ഇസ് എ റൈറ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. Then coconut hostorium is a rich source of phenolics. Of course, coconut hostorium phenolicsന്റെ നല്ലൊരു rich source തന്നെയാണ്. So the answer here, which is wrong, is option A. Only one ആണ്. So this is also a good question. അടുത്തത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. FSS റെഗുലേഷൻ, ആൽക്കഹോളിക് ബിവറേജ് റെഗുലേഷൻ 2018ന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. So first one is alcoholic beverage containing not more than 8% ABV is called low alcoholic beverage. So actually this statement is correct. So FSSAI regulation അനുസരിച്ചിട്ട് more than 8% ABV alcohol by volume can be
ക്ലാസിഫൈഡ് ആസ് എ ലോ ആൽക്കഹോളിക് ബിവറേജ് എന്നാണ്. അത് FSSAIയുടെ റെഗുലേഷൻ 2018 റെഗുലേഷനിൽ കറക്റ്റ്ലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ alcoholic beverage may contain additive enzymes and processing aid. This is also mentioned in FSS regulation 2011 മെൻഷൻ ചെയ്തിട്ടുണ്ട്, 2018 മെൻഷൻ ചെയ്തിട്ടുണ്ട്. So it is allowed to add additives, enzymes, and even some processing aids as long as they are permitted under this regulation. Then മൂന്നാമത്തെ statement, alcoholic beverage can be labeled as matured if matured for a period of not less than 1 year. This is also mentioned one. So യൂഷ്വലി അത് സേവ് ചെയ്ത് വെക്കുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഓക്കോ അല്ലെങ്കിൽ suitable wood vats or barrels or even wooden chips അതിലൊക്കെയാണ് വെക്കുക. സോ അത് മെച്ചുവർഡ് ആയാൽ more than 1 year, if it has been matured for a period of not less than 1 year, still it is labeled as matured. So that's also a right statement. Then sugar may be added for rounding off of the alcoholic beverage. So this is also a right statement. So answer here is D. All of the above is a correct statement എന്നാണ്. അടുത്തത്, ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓൾസോ എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ പലർക്കും ഇത് എഴുതാൻ പറ്റുന്നതാണ്. AGB ഈസ് an extra bold grade of AGB is an extra bold grade of cardamom, pepper, nutmeg, none of the above. So the answer here is A ആണ്. കാഡമത്തിന്റെ എക്സ്ട്രാ ബോൾഡ് ഗ്രേഡ് ആണ്. AGB എന്ന് പറയുമ്പം ആലപ്പി ഗ്രീൻ ബോൾഡ് ഈസ് എ ഗ്രേഡ് ഓഫ് ഗ്രീൻ കാഡമം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് നമ്മളെ ക്ലാസ്സിൽ അഗ്രിഗുരുവിന്റെ ക്ലാസ്സിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാഡമത്തിന്റെ ഗ്രേഡും ഡിഫറെന്റ് കേസസ് ഒക്കെ. സോ ദിസ് ഇസ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ നോട്ട് കറക്റ്റ്? ഇൻകറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് കറക്റ്റ്. First one, ringing is a pruning technique. Ringing is a pruning technique practiced to increase fruit bud formation. Ringing is a pruning technique practiced to increase fruit bud formation. Notching is the partial removal of bark from below a dormant lateral bud. Coppicing is the removal of the main tree trunk. സോ ഏതാണ് റോങ് എന്നാണ്. ഇതും ഹോർട്ടിക്കൾച്ചറിന്റെ ബേസിക്സിൽ എടുത്ത സമയത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുത്ത് പറയുകയും ചെയ്തിരുന്നു. സോ ഇതും ക്ലാസ് കേട്ടവർക്ക് ഇത് എഴുതാൻ പറ്റാവുന്നതാണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഇസ് ബി. ബി ഇസ് ഇൻകറക്റ്റ്. ബാക്കി എല്ലാതും കറക്റ്റ് ആണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ റിങ്ങിങ് അറിയാം. റിങ്ങിങ് ഈസ് യൂഷ്വലി പ്രൂണിങ് ടെക്നിക് ടു ഇൻക്രീസ് ദ ഫ്രൂട്ട് ബഡ് ഫോർമേഷൻ. ഗ്രേപ്സിലും നമുക്ക് ബെറിലൊക്കെ ചെയ്യും റിങ്ങിങ് ചെയ്യാറുണ്ട്. ഇനി നോച്ചിങ് ഈസ് ആക്ച്വലി പാർഷ്യൽ റിമൂവൽ ഓഫ് എ ബാർക്ക് ഫ്രം എബവ് എ ഡോർമെന്റ് ലാറ്ററൽ ബഡ് ആണ്. അതാണ് ഇവിടെ തെറ്റിയത്. ഇത് ആക്ച്വലി നിക്കിങ്ങിന്റെ ഡെഫിനേഷൻ ആണ്. Nicking, which is partial removal of a bark from below a dormant bud. So അതാണ് തന്നിരിക്കുന്നത്. സോ ഇത് തെറ്റാണ്. പിന്നെ അടുത്ത കോപ്പൈസിങ്, ഇറ്റ് ഈസ് ആക്ച്വലി റിമൂവൽ ഓഫ് ദ മെയിൻ ട്രീ ട്രങ്ക്. കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്നതാണ്. ഹൈറ്റ് കുറച്ചും കൂടെ താഴെ വരും കമ്പയർഡ് ടു ദ അതർ ടെക്നിക്സ്. സോ ദാറ്റ് ഈസ് സോ ദ ആൻസർ ഹിയർ ഇസ് ബി. ബി ഈസ് ഇൻകറക്റ്റ്. അടുത്തതും വളരെ ഈസി ആയിട്ട് മാംഗോ എടുത്ത സമയത്ത് വെറൈറ്റീസ് പറഞ്ഞ സമയത്ത് ക്യാരക്ടേഴ്സ് പറഞ്ഞിരുന്നു. നമ്മളെ ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിരുന്നു, നോട്ട്സിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. നീലം വെറൈറ്റി ഓഫ് മാംഗോ ഈസ് എ ഹെവി ബിയറർ, റെഗുലർ ബിയറർ, ലേറ്റ് സീസൺ വെറൈറ്റി, ഓൾ ഓഫ് ദി അബവ്. നീലം മാംഗോന്റെ ക്യാരക്ടർ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആൻസർ ഈസ് ഡി. നീലം ഈസ് ആക്ച്വലി ഹെവി ബിയറർ, റെഗുലർ ബിയറർ ആൻഡ് എ ലേറ്റ് സീസൺ എന്ന് പറയുമ്പം ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആവുമ്പോഴായിരിക്കും ഫ്രൂട്ട് മാർക്കറ്റിൽ വരിക, പഴുത്ത് റെഡി ആവുന്നത്. സോ ഇതെല്ലാം നീലത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫോർച്ചുനേറ്റ്ലി നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ദിസ് ഇസ് ഓൾസോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. വേൾഡ് വെജിറ്റബിൾസ് സെന്റർ. വേൾഡ് വെജിറ്റബിൾ സെന്റർ. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് Thailand, Vietnam, Taiwan, Italy. So this is World Vegetable Center തായ്വാനിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഹെഡ് ക്വാർട്ടർ
ഷാങ്ഹുവ തായ്നാൻ തായ്വാനിലാണ്. ആൻഡ് ഇതിന്റെ റിസർച്ച് റീജിയണൽ സ്റ്റേഷൻസ് ബാങ്കോക്കിലും ഹൈദരാബാദ്, ഇന്ത്യയിൽ ഹൈദരാബാദിലാണ്. അരുഷ താൻസാനിയയിലുണ്ട്. ആൻഡ് മാലിയിലുണ്ട്, ബമാക്കോ. ഇത്രയും പ്ലേസസിൽ ഇതിന്റെ റീജിയണൽ ഓഫീസേഴ്സ് ഉണ്ട്. ഇന്ത്യയിൽ ഇതുള്ളത് വേൾഡ് വെജിറ്റബിൾ സെന്ററിന്റെ ഉള്ളത് ഹൈദരാബാദിലാണ്. സോ ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. വേൾഡ് വെജിറ്റബിൾ സെന്റർ, ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് ഇൻ തായ്വാൻ. അടുത്തത്, ദിസ് ഇസ് ഓൾസോ ക്രോപ്പ് എടുത്ത സമയത്ത് മെൻഷൻ ചെയ്തതാണ്. ദിസ് ഇസ് ഓൾസോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് പ്രോടാൻഡ്രസ്? പ്രോടാൻഡ്രി കാണിക്കുന്ന ഏതാണെന്നാണ്. കോളിഫ്ലവർ, ചില്ലി, ക്യാരറ്റ്, ടൊമാറ്റോ. ആൻസർ ഇസ് ക്യാരറ്റ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, ബെൻ ഓയിൽ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ സീഡ്സ് ഓഫ്. ബെൻ ഓയിൽ എന്തിൽ നിന്നാണെന്നാണ്. ഡ്രംസ്റ്റിക്, ടൊമാറ്റോ, പംകിൻ, ഓക്ര. ബെൻ ഓയിൽ ഇസ് ഫ്രം ഡ്രംസ്റ്റിക് ആണ്. Actually, this is mainly used by watchmakers and in cosmetic perfume makers. And it is ഒരു സ്മെല്ലൊക്കെ റീറ്റെയിൻ ചെയ്യാനൊക്കെ പെർഫ്യൂം ഇൻഡസ്ട്രിയിൽ മേജറായിട്ട് സ്മെല്ലൊക്കെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാച്ച് മേക്കേഴ്സും കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിലും ബെൻ ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. ദിസ് ഈസ് ആക്ച്വലി ഫ്രം ദ സീഡ്സ് ഓഫ് ദി ഡ്രംസ്റ്റിക്. മുരിങ്ങയുടെ സീഡ്സിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. ബെൻ ഓയിൽ ഈസ് ഫ്രം ദ ഡ്രംസ്റ്റിക്. പിന്നെ അർക്ക തൻവി ഈസ് എ ഹൈബ്രിഡ് ഓഫ് യാഡ്ലോങ് ബീൻ, ടൊമാറ്റോ, അമരാന്തസ്, ചില്ലി. അർക്ക തൻവി എന്തിന്റെ ഹൈബ്രിഡ് എന്നാണ്. ഇത് റീസെന്റ് ഉള്ളൊരു വെറൈറ്റി ആണ്. ദിസ് ഇസ് ആക്ച്വലി ഡി ആണ്, ചില്ലിയുടെ വെറൈറ്റി ആണ്. തൻവി, അർക്ക തൻവിയുടെ കൂടെ തന്നെ അർക്ക സാൻവിയും റിലീസ് ചെയ്തിട്ടുണ്ട്. സോ അർക്ക തൻവി F1 ഹൈബ്രിഡ് റെസിസ്റ്റന്റ് ടു ചില്ലി ലീഫ് കേൾ വൈറസ് ആൻഡ് അർക്ക സാൻവി ഓൾസോ ഹൈബ്രിഡ് റെസിസ്റ്റന്റ് ടു ചില്ലി ലീഫ് കേൾ വൈറസ്. സോ ഇത് രണ്ടും ഒരുമിച്ച് വന്ന രണ്ട് വെറൈറ്റീസ് ആണ്, ചില്ലിയിലെ വെറൈറ്റീസ് ആണ്. അർക്ക തൻവി ഈസ് എ വെറൈറ്റി ഓഫ് ചില്ലി, ഹൈബ്രിഡ് ആണ്. അടുത്ത ചോദ്യം, ഗ്രോ ഔട്ട് ടെസ്റ്റ് GOT is conducted to determine dash of a seed plot. This is also a direct question. Viability, genetic purity, health, physical purity. So answer is GOT mainly genetic purity ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. വയബിലിറ്റി ഒക്കെ ആകുമ്പോൾ ടെട്രാസോളിയം ടെസ്റ്റ് ഒക്കെയാണ് ചെയ്യുക. ഹിയർ GOT മെയിൻലി, ഗ്രോ ഔട്ട് ടെസ്റ്റ് ഇസ് മെയിൻലി ഫോർ genetic purity. അടുത്ത ചോദ്യം, grain amaranth species. This is also discussed well and advanced in our class. amaranthus എടുത്തപ്പം സ്പീഷീസുകൾ മെൻഷൻ ചെയ്തിരുന്നു. ഗ്രെയിൻ അമരാന്ത് വരുന്നത് അമരാന്തസ് ഡൂബിയസ്, കോഡേറ്റസ്, ലിവിഡസ്, ട്രൈക്കളർ. സോ ഗ്രെയിൻ അമരാന്ത് ആയിട്ട് വരുന്നത് അമരാന്തസ് കോഡേറ്റസ് ആണ്. ആൻസർ ഇസ് ബി. അത് കൂടാതെ ഗ്രെയിൻ ആയിട്ട് വരുന്നത് ക്രുവൻറ്റസ്, കോൺട്രിയാക്കസ് ആൻഡ് കോഡേറ്റസ്. ഈ മൂന്നുമാണ് മെയിൻ ആയിട്ട് വരിക. പിന്നെ അമരാന്തസ് ഡൂബിയസ് എന്ന് പറയുമ്പോൾ ലീഫി വെജിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ചോപ്പ് ചീരിയാണ്. ദെൻ അമരാന്തസ് ലിവിഡസ് ഇസ് ആക്ച്വലി പർപ്പിൾ അമരാന്ത്, വീഡായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ദെൻ അമരാന്തസ് ട്രൈ കളർ ഓർണമെന്റൽ ആണ്, സ്പീഷീസ് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ് ഇറ്റ് ഇസ്. സോ ദീസ് ആർ ദ മേജർ ഓപ്ഷൻസ്. ഓപ്ഷൻസിനകത്ത് ഇതിൽ ആൻസർ വരുന്നത് അമരാന്തസ് കോഡേറ്റസ് ആണ്. അടുത്തത്, ദ വെജിറ്റബിൾ വിത്ത് വെരി ലോ റെസ്പിറേഷൻ റേറ്റ് ഇസ്. വെജിറ്റബിൾ വിത്ത് വെരി ലോ റെസ്പിറേഷൻ റേറ്റ്. ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും ഈ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ ഗസ് ചെയ്തിട്ടും എഴുതാൻ പറ്റുന്ന ടൈപ്പ് ഓപ്ഷൻസ് ആണിത്. റാഡിഷ്, ബ്രിഞ്ചോൾ, ഓണിയൻ, മഷ്റൂം. ഷെൽഫ് ലൈഫ് കൂടുന്നതനുസരിച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണിത്. അല്ലാതെ തന്നെ ഓണിയൻ കുറെ കാലം സേവ് ചെയ്ത് വെക്കുമെന്ന് നമുക്കറിയാം. സോ ആൻസർ ഹിയർ ഇസ് ഓണിയൻ. ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ വെരി ലോ ആയിട്ട് വരുന്നത് ഓണിയനും പൊട്ടാറ്റോ ഒക്കെയാണ്. പിന്നെ വെരി ഹൈ റെസ്പിറേഷൻ റേറ്റ് വരുന്ന മഷ്റൂം. ഇറ്റ്സ് വെരി ഹൈ റെസ്പിറേഷൻ, ഒരുപാട് കാലം നിൽക്കില്ല, മോയ്സ്ചർ ഒക്കെ ആവുമല്ലോ. സോ മഷ്റൂം വെരി ഹൈ ആണ്. അതുകൂടാതെ ഓണിയൻ അല്ലാതെ ഗ്രീൻ ഓണിയൻ വരികയാണെങ്കിൽ അത് വെരി ഹൈ ആയിരിക്കും. ദെൻ കോളിഫ്ലവർ, ലീഫി വെജിറ്റബിൾസ്, ആസ്പെരാഗസ്, ഇതെല്ലാം വെരി ഹൈ റെസ്പിറേഷൻ ആണ്. ഇനി മോഡറേറ്റ് റെസ്പിറേഷൻ വരികയാണെങ്കിലോ റാഡിഷ്, ക്യാരറ്റ്, ബ്രിഞ്ചോൾ, ഇതൊക്കെ ഈ ബാക്കി തന്ന ഓപ്ഷൻസ് ഒക്കെ അതിനകത്ത് വരുന്നതായിരിക്കും. സോ ഇവിടുത്തെ ആൻസർ ബി ആണ്, ഓണിയൻ ആണ്. ഓപ്ഷൻസ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്, നമുക്ക് ഏകദേശം ഒരു ഊഹം വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അടുത്തത്, ബ്രൗണിങ് ഇൻ കോളിഫ്ലവർ ഈസ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ്. നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് പറഞ്ഞ് എപ്പോഴും കോമൺ ആയിട്ട് ചോദിക്കുന്നതും നമുക്ക് മോക്ക് ടെസ്റ്റിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബ്രൗണിങ് ഇൻ കോളിഫ്ലവർ. പലരും എഴുതിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാൽഷ്യം, പൊട്ടാഷ്യം, ബോറൺ, മോളിബ്ഡിനം. ബ്രൗണിങ് എന്തുകൊണ്ടാണ്? ഇറ്റ്സ് ബിക്കോസ് ഓഫ് ബോറോൺ ഡെഫിഷ്യൻസി.
ബോറോണിന്റെ ഡെഫിഷ്യൻസി ആണ് കോളിഫ്ലവറിൽ. ഇനി ഇതിനകത്ത് വന്നിട്ടുള്ള മോളിബ്ഡിനം കൊണ്ട് വിറ്റയിലാണ് ഉണ്ടാവുക കോളിഫ്ലവറിൽ. കാൽഷ്യം ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ടിക് ബേൺ ഉണ്ടാവും. പൊട്ടാഷ്യം ആയി കഴിഞ്ഞാൽ യെല്ലോയിങ്, ബ്രൗണിങ്, ദെൻ ലീഫ് കേളിങ്, നെക്രോസിസ്, അതൊക്കെയാണ് സംഭവിക്കുക. സോ ഇത് ബ്രൗണിങ് വരുന്നത് മെയിൻലി ബിക്കോസ് ഓഫ് ബോറോൺ ഡെഫിഷ്യൻസി. ഓപ്ഷൻ സി ആണ് ഇവിടെ വരുന്നത്. പിന്നെ സയന്റിഫിക് നെയിം ഓഫ് വിന്റർ മെലൺ, ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇത് അറിയുന്നവർക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇത് അതിന്റെ ഒരു കോമൺ നെയിം എന്നുള്ള രീതിയിലാണ്. വിന്റർ മെലൺ ഇസ് വാട്ട്, എന്തെന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റൂ. സോ സയന്റിഫിക് നെയിം ഓഫ് വിന്റർ മെലൺ ഇസ് കുക്കുമിസ് മെലോ, ബെനിൻകാസ ഹിസ്പിഡ, സിട്രുലസ് ലെനാറ്റസ്, കുക്കുമിസ് സെറ്റൈവസ്. ക്ലാസ് എടുത്ത സമയത്ത് ഇതിന്റെ അതർ നെയിം നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു, നോട്ട്സിലൊക്കെ ഉണ്ടായിരുന്നു. സോ ദിസ് ഇസ് ബെനിൻകാസ ഹിസ്പിഡയാണ്. നമ്മളുടെ ആഷ് ഗാർഡ് ആണ് വിന്റർ മെലൺ എന്ന് പറയുന്നത്. ആക്സ്, വാക്സ് ഗാർഡ്, ആഷ് ഗാർഡ് എന്നൊക്കെ പറയുന്നത്. സോ ഇതിനെയാണ് വിന്റർ മെലൺ എന്ന് പറയാ. സോ ദാറ്റ് ഈസ് ബെനിൻകാസ ഹിസ്പിഡൈറ്റസ്. ദെൻ കുക്കുമിസ് മെലോ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, മസ്മെലൻ ആണ്. ദെൻ സിട്രുലസ് ലെനാറ്റസ് ഈസ് വാട്ടർമെലൻ, കുക്കുമിസ് സെറ്റൈവ ഇസ് ക്യൂക്കുംബർ. സോ വിന്റർ മെലൻ എന്ന് ചോദിച്ചാൽ, ആഷ് ഗാർഡൻ ചോദിച്ചാൽ പലർക്കും ഡയറക്റ്റ് എഴുതാൻ പറ്റുമായിരിക്കും. ഈ വിന്റർ മെലൻ എന്ന് ചോദിച്ചത് കൊണ്ടായിരിക്കും ചിലർക്കെങ്കിലും കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോട്ട്സിലൊക്കെ നമ്മൾ ക്ലാസ്സിലൊക്കെ മെൻഷൻ ചെയ്തിരുന്നു. അടുത്തത് ടൊമാറ്റോ വെറൈറ്റി വിത്ത് പിയർ ഷേപ്ഡ് ഫ്രൂട്ട്. അഗെയിൻ ദിസ് ഇസ് ഓൾസോ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പല എക്സാംസിനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇനിയാണ് വന്നിരിക്കുന്നത്. സോ ഹിയർ പിയർ ഷേപ്ഡ് ഇസ് ചുഹാരയാണ്, പഞ്ചാബ് ചുഹാര. ഇറ്റ്സ് പിയർ ഷേപ്ഡ് ടൊമാറ്റോ, ടിപ്പിക്കൽ പിയർ ഷേപ്പ് ആയിട്ടുള്ള, സി ഹൗ ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക്, ടിപ്പിക്കൽ പിയർ ഷേപ്പ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ടൊമാറ്റോയുടെ, പഞ്ചാബ് ചുഹാര. പിന്നെ മാഗ്ലോബ് ആണെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി പേര് പോലെ തന്നെ ഉരുണ്ടിട്ടായിരിക്കും, റൗണ്ട് ഡീപ്പ് റെഡ് ഫ്രൂട്ട്സ് ആണ്, പിയർ ഷേപ്പ് അല്ല. ദെൻ ബെസ്റ്റ് ഓഫ് ഓൾ ഇസ് ആക്ച്വലി അതിന്റെ സൈസ് ഡിപ്പെൻഡബിൾ അല്ല, ഇറ്റ് യൂസ് ടു ചേഞ്ച്. ഒരു ഇൻഡിവിജ്വൽ സൈസ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. ആൻഡ് മുക്തി, ഇറ്റ്സ് എ റൗണ്ട് ടു ഫ്ലാറ്റ് റൗണ്ട് ഫ്രൂട്ട് ആണ് കെയുടെ മുക്തി. സോ ദിസ് ഓൾ, ഇതിനകത്ത് കറക്റ്റ് ആൻസർ വരുന്നത് പഞ്ചാബ് ചുഹാര, which is pear shaped. So these are the major ones. ഇത് കൂടാതെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് അരോമ തെറാപ്പി. അരോമ തെറാപ്പിയായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. സോ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ഇത് ഏതാണ് കറക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലിനമെന്റ്സ് ആർ യൂഷ്വലി അപ്ലൈഡ് ടു പെയിൻഫുൾ ഏരിയാസ്. Arrowroot is a good base for natural aromatic body powders. Beeswax is the most common natural emulsifier used. So ഇതിൻ്റെ അകത്ത് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A 1 and 2, B 1 and 3, C 2 and 3, D 1, 2 and 3. ഇത് ഏതാണ് കറക്റ്റ് എന്നാണ്. സോ ആൻസർ കീയിൽ ഇപ്പം വന്ന പ്രൊവിഷണൽ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്ന ആൻസർ ഡി ആണ്. എന്ന് വെച്ചാൽ എല്ലാ മൂന്നും 1, 3, 2 and 3 എല്ലാതും കറക്റ്റ് എന്നാണ് തന്നിരിക്കുന്ന പ്രൊവിഷണൽ ആൻസർ കീയിൽ തന്നിരിക്കുന്നത്. ബട്ട് വൺസ് ഐ ഗോ ത്രൂ ദ സ്റ്റേറ്റ്മെന്റ്സ്, എനിക്ക് ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നിയില്ല. ആൻഡ് ഐ റെഫേർഡ് സം ബുക്സ് ആൻഡ് ഐ ഫൈൻഡ് ഇറ്റ് ബീവാക്സ് ഈസ് നോട്ട് ബീവാക്സ് ഈസ് നോട്ട് ദി മോസ്റ്റ് കോമൺ നാച്ചുറൽ ഇമൽസിഫയർ അല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. നമുക്ക് കുറച്ചും കൂടെ ഒരു റെഫറൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയിട്ട് നമുക്ക് ഇഫ് വി വാണ്ട് ടു റേസ് ഫോർ ദിസ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാവുന്നതാണ്. സോ ആക്ച്വലി ഇത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ലിനമെന്റ്സ് ദേ ആർ യൂസ്ഡ് ആസ് എ പെയിൻ അപ്ലൈഡ് ടു ദ പെയിൻഫുൾ ഏരിയാസ്, ദാറ്റ് ഈസ് എ വെരി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സോ ഇറ്റ്സ് ലിനമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഫോർമുലേറ്റഡ് അരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. ആ ഏരിയയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു കൂളിംഗ് സെൻസേഷൻ അല്ലെങ്കിൽ ഒരു വാർമിംഗ് സെൻസേഷൻ, ഏത് ടൈപ്പാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ. സോ അങ്ങനത്തെ ഒരു എഫക്റ്റ് ആണ് ഉണ്ടാവുക, നല്ലൊരു കാമിംഗ് ഇഫക്റ്റ് ആയിരിക്കും അവിടെ.
ഉണ്ടാവുക. സോ ലിൻമെൻസ് ദേ ആർ യൂഷ്വലി അപ്ലൈഡ് ടു ദ പെയിൻഫുൾ ഏരിയാസ്. ദെൻ ആരോ റൂട്ട് കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിലും ഈവൻ ആരോ റൂട്ടിന്റെ പൗഡർ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിലും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അരോമാറ്റിക് ബോഡി പൗഡർ ആണ്. ഇറ്റ്സ് എ വെരി ഗുഡ് ബേസ്. മേജർ റീസൺ എന്താണെന്ന് വെച്ചാൽ ആരോ റൂട്ടിന്റെ ആ പൗഡർ ഓയിൽ അബ്സോർബിങ് നേച്ചർ ആണ്. സോ ഇറ്റ്സ് എ നാച്ചുറൽ ബേസ്. സോ അത് വെച്ചിട്ട് പൗഡറിൽ യൂസ് ചെയ്യാം. ഗുഡ് ഫോർ നാച്ചുറൽ അരോമാറ്റിക് ബോഡി പൗഡർ. സോ ദിസ് ഇസ് എ വെരി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു കൺഫ്യൂഷൻ ഉള്ളത്. ബീസ്വാക്സ് ഈസ് ദ മോസ്റ്റ് കോമൺ നാച്ചുറൽ ഇമൽസിഫയർ യൂസ്ഡ്. ആക്ച്വലി ഇമൽസിഫയർ എന്ന് പറയുമ്പം അത് എന്തെങ്കിലും ഒരു കോമ്പൗണ്ടിനെ അതിലേക്ക് കംപ്ലീറ്റ്ലി മിക്സ് ആക്കുക എന്നുള്ളതാണ്. ആൻഡ് ദാറ്റ് ഷുഡ് ബി എ സ്റ്റേബിൾ മിക്സ്ചർ. ഇറ്റ് ഷുഡ് ബി ദിസ് മിക്സ്ചർ ഇമൽസിഫയർ ഷുഡ് ബി ഏബിൾ ടു മിക്സ് ഓയിൽ ആൻഡ് വാട്ടർ ബേസ്ഡ് ഇൻഗ്രീഡിയൻസ് ടുഗെദർ ആയിട്ട് മിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ടാവണമെന്നാണ്. ബി വാക്സിന് അങ്ങനെ ഒരു കപ്പാസിറ്റി ഇല്ല. സോ ഇറ്റ് ഷുഡ് നോട്ട് ബി എ നാച്ചുറൽ ഇമൽസിഫയർ. ബട്ട് സ്റ്റിൽ കുറച്ചും കൂടെ റെഫറൻസ് കോട്ട് ചെയ്യാനായിട്ട് ഉണ്ട്. എന്നിട്ട് ഈ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ക്ലാരിറ്റി വരുത്തണം. ഇഫ് ഇറ്റ് ഈസ് റോങ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇത് ഒരു റേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. സോ ഇപ്പൊ പ്രൊവിഷണൽ ആൻസർ കീയിൽ ഓപ്ഷൻ ഡി എല്ലാം കറക്റ്റ് ആണെന്നാണ് പറയുന്നത്. ഫോർ അക്കോർഡിംഗ് ടു മീ റൈറ്റ് നൗ ഇറ്റ് ഷുഡ് ബി ആൻസർ എ. 1ഉം 2ഉം ആയിരിക്കും കറക്റ്റ്. മൂന്നാമത്തത് റോങ് സ്റ്റേറ്റ്മെന്റ് ആവണം. സോ ലെറ്റ് സീ ഫോർ ദിസ്. സോ ലക്കിലി ഹോർട്ടിക്കൾച്ചറിൽ 20 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ ചോദിച്ചിരിക്കുന്നത്. അതിൽ ഓൾമോസ്റ്റ് മോർ ദാൻ ഹാഫ് ഡയറക്റ്റ് നമ്മൾ ക്ലാസ്സിൽ പല രീതിയിൽ പറഞ്ഞതും ഡിസ്കസ് ചെയ്തതും മോക്കിലൊക്കെ പറഞ്ഞതായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ചിലതൊക്കെ നമുക്ക് വായിച്ചിട്ടുള്ള ഡയറക്റ്റ് ഒരു യുക്തി അനുസരിച്ച് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ നോക്കിയതനുസരിച്ചിട്ട് വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഈ പ്രാവശ്യം ഹോർട്ടിക്കൾച്ചറിൽ നിന്ന് വന്നിട്ടില്ല. കുറച്ച് ന്യൂ ആയിട്ടുള്ളതെന്ന് പറയാനാണെങ്കിൽ കുറച്ച് വെറൈറ്റി അർക്ക തൻവി പോലത്തതൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്തിട്ടുണ്ട്. ബട്ട് ക്ലാസ് കേട്ടവർക്ക് അത് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നാണ് ഈ പ്രാവശ്യം എല്ലാം ചോദിച്ചിട്ടുള്ളത്. സോ ലെറ്റ് സി ലേറ്റർ. ദാറ്റ്സ് ഓൾ. താങ്ക് യു എവ്രിവൺ.